നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയാണ്. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം നോക്കാം. ജനത്തെ വലയ്ക്കാൻ പണിമുടക്ക്, സർവകലാശാല പരീക്ഷകൾ മാറ്റി, ജനത്തെ കബളിപ്പിക്കലെന്ന BMS. ഇടത് യൂണിയനുകളെ വെട്ടിലാക്കി സർക്കാരിന്റെ ഡയസ് നോൺ. കേരള സർവകലാശാലയിൽ നിർണായക ദിവസം. VCയുടെ റിപ്പോർട്ടിൽ ചാൻസലറുടെ നടപടി ഇന്നുണ്ടായേക്കും. നിയമപരമല്ലാത്ത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കും. നിപ ആശങ്ക നടുവിൽ കേരളം. രോഗികൾ വർദ്ധിക്കുമ്പോഴും ഉറവിടം കണ്ടെത്താനായില്ല. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വൻ പാളിച്ച. ആരോഗ്യ കേരളം അപകടാവസ്ഥയിൽ. തൃശൂർ ESI നെഞ്ചുരോഗാശുപത്രി കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. മുകൾ ഭാഗം അടർന്ന നിലയിൽ. കോട്ടയം അപകടത്തിൽ വീണ്ടും ന്യായീകരണവുമായി മന്ത്രി VN വാസവൻ. ബിന്ദുവിന്റേത് ഉടനടി മരണമാണെന്ന വിചിത്രവാദം. ABVPക്ക് പിറന്നാൾ മധുരം. ചരിത്രത്തിനൊപ്പം നടന്ന ദേശീയ പ്രസ്ഥാനം 76ന്റെ നിറവിൽ. സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട്. കണ്ണൂരിലെ KPCC സമര സംഗമ പോസ്റ്ററിൽ K സുധാകരനില്ല. വെട്ടിനിരത്തലിൽ പ്രതിഷേധം ശക്തം. അതൃപ്തി പരസ്യമാക്കി പേഴ്സണൽ സ്റ്റാഫ് അംഗം ജയന്ത് ദിനേശ്. പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാം. പാർട്ടിക്കാരുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കാനാകില്ല എന്ന FP പോസ്റ്റർ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. നിർമ്മാണ കമ്പനിയുടെ ഹർജി പരിഗണിക്കും. പ്രതീക്ഷയോടെ സിനിമ അണിയറ പ്രവർത്തകർ. കേരളത്തിൽ ജലോത്സവം തുടങ്ങുന്നു. ചമ്പക്കുളം മൂലം വള്ളം കളി ഇന്ന്. ആവേശപ്പോരിന് 5 ചുണ്ടൻ വള്ളങ്ങൾ. Neto whips that ball into the middle, comes all the way out here, an opportunity for the top corner, and a magnificent moment. Not as easy. ഇനി ഇന്നത്തെ സവിശേഷത ആണ് നമുക്ക് നോക്കേണ്ടത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനം 25. 2025 ജൂലൈ 9 ബുധനാണിന്ന്. ഇന്ന് രാഹുകാലം 12 മണി മുതൽ 1:30 വരെയാണ്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ച് സർക്കാരും KSRTCയും. സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. KSRTC സർവീസുകൾ ഭാഗികമായി മുടങ്ങി. പലയിടങ്ങളിലും KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ്, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ എന്നിവർ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ടിൻഡു, സംസ്ഥാനത്ത് ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാരും KSRTCയും. എങ്ങനെയാണ് ഇപ്പോൾ പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്? ദേവിക, ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് ഏതാണ്ട് 6 മണിക്കൂറുകൾ പിന്നിടുകയാണ്. 6 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചേരുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാവിലെ ഏതാണ്ട് 6 മണിയോടുകൂടി വിവിധ ട്രെയിനുകളിൽ നിന്നും, അത് ഗുരുവായൂർ ഇന്റർസിറ്റി, അതോടൊപ്പം തന്നെ വിവിധ ട്രെയിനുകളിൽ നിന്നുമായിട്ട് ആളുകൾ തിരുവനന്തപുരം നഗരത്തിലേക്ക്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വന്നിടത്തു നിന്നും അവർക്ക് എത്തേണ്ട ഇടങ്ങളിലേക്ക്
പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇവിടെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ 2 വാനുകളിലായിട്ടാണ് ഇവിടേക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയ യാത്രക്കാരെ 2 വാനുകളിലേക്കാണ് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീചിത്ര അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ്, RCC തുടങ്ങിയ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് പോകേണ്ടിയിരുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ 2 വാനുകളിലാക്കി അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ സൗജന്യ യാത്രയാണ്. അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രി തുടങ്ങിയ ബോർഡുകൾ എഴുതി വെച്ച വാഹനങ്ങളിലാണ് ആ സ്വകാര്യ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് അവിടെ ഇട്ടേക്കുന്ന ആ ഒരു സ്വകാര്യ വാഹനം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ്, RCC ആശുപത്രികളിലേക്കുള്ള സൗജന്യ യാത്രയ്ക്കുള്ള വാഹനമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെ 2 ബസ്സുകളിലായിട്ട്, 2 പോലീസ് ബസ്സുകളിലായിട്ട് ഇത്തരത്തിൽ ആളുകളെ ഈ ശ്രീചിത്ര, മെഡിക്കൽ കോളേജ്, RCC തുടങ്ങിയ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നവരൊക്കെ നേരത്തെ തന്നെ ഡേറ്റ് നിശ്ചയിച്ചവരാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചികിത്സകൾക്ക് വേണ്ടിയിട്ട്, പരിശോധനകൾക്ക് വേണ്ടിയിട്ട്, ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഡേറ്റുകൾ കിട്ടിയവരാണ് ഇന്ന് ഇവിടേക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിപ്പോൾ സ്വകാര്യ വാഹനമാണ്. അടുത്ത വന്നിട്ടുള്ളത് ഒരു പോലീസ് വാനാണ്. ആ പോലീസ് വാനിലാണ് ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ്, RCC, ശ്രീചിത്ര തുടങ്ങിയ ആശുപത്രികളിലേക്കുള്ള സർവീസുകളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇവരെ ഈ വാഹനങ്ങളിൽ കയറ്റി ഇത്തരത്തിൽ ഈ ആശുപത്രി അതോടൊപ്പം തന്നെ അവശ്യ ഇടങ്ങളിലേക്ക് സൗജന്യ യാത്രയായിട്ട് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് 6 മണിക്ക് ശേഷം 3ാമത്തെ ബസ്സാണ് ഇത്തരത്തിലൊരു സൗജന്യ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവരൊക്കെ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ ഈ സൗജന്യ യാത്രയിലൂടെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നും KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അത്തരത്തിൽ തടസ്സമുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ഓട്ടോകൾ ലഭിക്കാനുമായിട്ടും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ അവശ്യ സർവീസുകൾക്ക് അല്ലെങ്കിൽ RCC പോലുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് പോകേണ്ടിയവർക്കുള്ള ബസ്സാണ് പോലീസ് സംവിധാനത്തിലൂടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നീടുള്ളത് സ്വകാര്യ ഓട്ടോകളും സ്വകാര്യ കാറുകളുമാണ്. അപ്പോൾ ഈ ആശുപത്രിയിലൊക്കെ വരുന്നവർക്ക് ഇത്തരത്തിൽ ഈ ബസ്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങളിലേക്ക് വാഹനങ്ങൾ ഇന്നത്തെ ദിവസം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നതെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എവിടെ നിന്ന് വരുവാ? കോഴിക്കോട് നിന്ന് വരാ. എങ്ങോട്ടേക്ക് പോകാനാ? ശ്രീചിത്ര. നേരത്തെ ഡേറ്റ് ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലായിരുന്നോ? പണിമുടക്കാൻ അതിന് മുമ്പേ നമ്മൾ ഡേറ്റ് തന്നതാണ്. രണ്ടുപേരും ബുദ്ധിമുട്ടുണ്ടായി? ഇല്ല, ഇപ്പൊ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ബസ് കിട്ടില്ല. ഓട്ടോ ഒന്നും നോക്കിയില്ല. ഇവിടെ ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. പോലീസ് നമ്മൾ സഹായിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ കോഴിക്കോട് നിന്ന് വന്നവരാണ് ഇത്തരത്തിൽ ശ്രീചിത്രയിലേക്ക് പോകാനായിട്ട് കോഴിക്കോട് നിന്ന് വന്നവര്. അവരൊക്കെയാണ് ഇത്തരത്തിൽ ബസ് കാത്തു നിൽക്കുന്നത്. എവിടുന്നാ വരുന്നേ? തമിഴ്നാട്. അപ്പോൾ എവിടുന്നാ വരുന്നത്? തമിഴ്നാട്, കോയമ്പത്തൂർ. അപ്പോൾ ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വന്നവർ ഇത്തരത്തിൽ ഈ ബസ്സുകളിലുണ്ട്. എവിടുന്നാണ് വരുന്നത്? അമ്പാനുണ്ട്. ഇവിടെ തന്നെ അല്ലേ? പക്ഷേ ആശുപത്രി പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ ഈ തമിഴ്നാട് അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ വരുന്നവർ ഇത്തരത്തിലുണ്ട്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അന്യ സംസ്ഥാനത്തു നിന്നും അന്യ ജില്ലകളിൽ നിന്നുമൊക്കെ ചികിത്സകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നവരാണ് കൂടുതലും. അപ്പോൾ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെ ഒരുപക്ഷെ ഈ കേരളത്തിൽ ഈ ബന്ദ് ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണോ എന്നുള്ള രീതിയിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നത്. മറ്റുള്ളവരൊക്കെ നേരത്തെ തന്നെ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് ഒരു ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പരിശോധനകൾക്ക്, മരുന്നുകൾ നൽകാനൊക്കെ ആയിട്ട്, ചികിത്സ നൽകാനൊക്കെ പ്രത്യേകം
ആശുപത്രി ശ്രീചിത്ര അല്ലെങ്കിൽ RCC ഒക്കെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഡേറ്റുകളൊക്കെ നൽകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അവർക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും പോയേ മതിയാവുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രധാനമായിട്ടും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റിടങ്ങളിലേക്കുള്ള KSRTC സർവീസുകളോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് സർവീസുകളൊന്നും ആരംഭിച്ചിട്ടില്ല. രാവിലെ KSRTC സർവീസ് തുടങ്ങാത്തതിൽ ഒരു ചെറിയ രീതിയിലുള്ള പ്രതിഷേധം, ഈ യാത്രക്കാരുടെ പ്രതിഷേധം ഈ ബസ് സ്റ്റാൻഡിന് അകത്തുണ്ടായിരുന്നു. അവരെയൊക്കെ താൽക്കാലികമായിട്ടുള്ള മറ്റ് സർവീസുകളിൽ കയറ്റി വിടുകയാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 മണി പിന്നിടുമ്പോൾ ഏതാണ്ട് 7 മണി ശരി, എന്തായാലും സംസ്ഥാനത്തെ ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. സർക്കാരും KSRTCയും. സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. KSRTC സർവീസുകൾ ഭാഗികമായി മുടങ്ങി. പലയിടങ്ങളിലും KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹമാവുകയാണ് കേരളത്തിൽ. പക്ഷേ കേരളത്തിന് പുറത്ത് അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയമാണെന്ന് പറയേണ്ടി വരും. ജനജീവിതത്തെ ഒരു തരി പോലും ബാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ കേരളത്തിൽ ജനജീവിതം ദുസ്സഹമാണ്, പക്ഷെ കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയം തന്നെയാണ് ഈ പണിമുടക്ക്, അല്ലേ? ദേവിക, ഈ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ട്രോളുകളൊക്കെ തന്നെ വന്നിരുന്നു. അതായത് കളിയിക്കാവിളയ്ക്കും തലപ്പാടിക്കും ഇടയിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഭാരത് ബന്ദ് എന്നുള്ളത്. അന്ന് അതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ വെറുതെ ചിരിച്ചു തള്ളിയതാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. രാജ്യ തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, സൗത്ത് എക്സ് ഉൾപ്പെടുന്ന ഭാഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവരെങ്ങും ഇങ്ങനെയൊരു പണിമുടക്കോ ഭാരത് ബന്ധോ നടക്കുന്നതായി ഇതുവരെയും അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളതാണ് വസ്തുത. രാവിലെ ഇപ്പോൾ സമയം 7:11 രാവിലെ 7:11 ഇനി ഈ തിരക്കല്ല ഉണ്ടാകാൻ പോകുന്നത്. ഓഫീസ് ടൈമുണ്ട്, അതോടൊപ്പം തന്നെ സ്കൂൾ ടൈം, ഇത് കോളേജ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇവിടം തിരക്കിൽ അമരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണ പോലെ ഇപ്പോൾ 7:11 ആകുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്, സർക്കാർ വാഹനങ്ങൾ നിരത്തിലുണ്ട്. ചെറിയ 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 ഷോപ്പുകളൊക്കെ തന്നെ തുറന്നു വരുന്നു. സർക്കാർ ഓഫീസുകൾക്ക് അവധിയില്ല, അതോടൊപ്പം തന്നെ അങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല. എല്ലാവരും തൊഴിലിനായും അവരവരുടെ കാര്യങ്ങൾക്കായും പുറത്തിറങ്ങുന്ന വാഹനങ്ങൾ നിരത്തിൽ ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾക്ക്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കേരളത്തിന് പുറത്തുള്ള, കേരളത്തിന് വെളിയിലുള്ള ഭാരത് ബന്ദിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഈ കാണുന്നത്. രാവിലെ 7:11, 7:12 ഒക്കെ ആകുമ്പോഴാണ് കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ വാഹനം, ഒരു ബസ് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ നാട്ടുകാരൊന്നും ഇടത് പാർട്ടികളും ഈ 10 സംഘടനകളും ഒക്കെ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കേരളത്തിലേതുപോലെ തൽക്കാലം ഇവിടെ ടയറിൻ്റെ കാറ്റൂരി വിടലില്ല, ബസ്സിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കലില്ല, ആളുകളെ ഭീഷണിപ്പെടുത്തി തിരിച്ച് വീടുകൾക്കുള്ളിലേക്ക് കയറ്റലില്ല. വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്, വാഹനങ്ങൾ ഓടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഈ പുതിയ നയം, പുതിയ പദ്ധതികൾ കൊണ്ടുള്ള ഗുണങ്ങൾ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അത് തൊഴിലാളി ക്ഷേമം ലക്ഷ്യമിട്ട് തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേരളം വിട്ടുള്ള പുറത്തേക്ക് വരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു പിന്തുണയും ഈ ഭാരത് ബന്ദിനോ ദേശീയ പണിമുടക്ക് എന്ന് അവർ പറയുന്ന പണിമുടക്കിലോ കിട്ടാതെ പോയത്. ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അത് പൊളിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പതിവ് പോലെ ഒരു 8-9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾ, അതോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ നിന്നും അതിൻ്റെ അടുത്തു നിന്നൊക്കെ ലൈവുകളും പ്രതികരണങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. പതിവ് പോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പതിവ് പോലെ ഈ പണിമുടക്ക് ജനം തള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിന് പുറത്ത്.
ശരി, എന്തായാലും BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. കൊച്ചിയിലേക്ക് എത്തുകയാണെങ്കിൽ സർവീസിന് തയ്യാറായി വന്ന BMS യൂണിയനിലെ ജീവനക്കാരെ സമരക്കാർ തടഞ്ഞു. കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകേണ്ട ബസ്സാണ് സമരക്കാർ തടഞ്ഞിട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഇപ്പോൾ BMS തൊഴിലാളികൾ അവിടെ എത്തിയെങ്കിലും അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? ദേവിക, ഇവിടെ BMS തൊഴിലാളികൾ അവർ തൊഴിലെടുക്കാൻ തയ്യാറായി വന്നിരുന്നു. രാവിലെ തന്നെ 5 മണിക്ക് കോഴിക്കോടേക്ക് സർവീസ് നടത്തേണ്ട ബസ്സായിരുന്നു. ആ ബസ്സാണ് ഇപ്പോൾ CITU യൂണിയൻ തൊഴിലാളികൾ, KSRTC എംപ്ലോയീസ് യൂണിയൻ തൊഴിലാളികൾ തടഞ്ഞിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായും സർവീസുകൾ മുടക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമസ്കാരം. നമ്മൾ രാവിലെ 5 മണിക്ക് പുറപ്പെട്ടാണ്. ഇപ്പം ഞങ്ങൾ 5 മണിക്ക് പുറപ്പെട്ട ടൈം വെക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഇവർ തടയുന്നുണ്ട്, അതുകൊണ്ട് വണ്ടി വിടുക. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഞങ്ങൾ KST BMSൻ്റെ പ്രവർത്തകരാണ് പറഞ്ഞു. അപ്പോൾ ടൈം വെച്ചു എന്നിട്ടും പക്ഷേ അപ്പോൾ ഇവിടെ തടഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോലീസിനെ അവർ വിളിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ വിളിച്ചിട്ടും പോലീസ് വന്നു. പക്ഷേ പോലീസ് വന്നിട്ടും പ്രൊട്ടക്ഷൻ തരാൻ തയ്യാറായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്ന കാര്യമാണല്ലോ അല്ലേ? അതെ. ഇനിയിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ 5 മണിക്ക് പുറപ്പെടേണ്ട? അതാണ് പ്രൊട്ടക്ഷൻ തന്നാൽ എപ്പോഴാണ് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അതിന് എന്താ പറയുക, സ്റ്റേഷൻ മാസ്റ്റർ അനുമതി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണോ അവരിപ്പോൾ പറയുന്നത്? എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഈ പോലീസ് എന്താ അതിനൊക്കെ കരുതി പറയുന്നത്? പോലീസ് ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇന്നലെ രാത്രി വന്നതാ. ഇന്ന് പുലർച്ചെ 5 മണിക്ക് സർവീസ് പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ സർവീസ് പോകാൻ വേണ്ടി വണ്ടി റെഡിയായി സർവീസിന് തയ്യാറായപ്പോൾ ഒരു വണ്ടി തടഞ്ഞപ്പോൾ ഞങ്ങൾ സമരത്തിന് അനുകൂലിക്കുന്നവരല്ല, ഞങ്ങൾ KST BMSൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഇപ്പോഴും പോകാൻ തയ്യാറാണ്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നില്ല. ഇവിടുത്തെ SMO പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടില്ല. അനുകൂലിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വന്നത്. അല്ല, ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരികയാണെങ്കിൽ ഞങ്ങൾ സർവീസ് പോകും. ആരെങ്കിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ഇങ്ങനെ സർവീസ് മുടങ്ങിയിരിക്കുകയാണെന്ന് അറിയിച്ചിരുന്നോ? അറിയിച്ചിട്ടുണ്ട്. ഞാനിവിടെ 6:15 സർവീസ് കൊണ്ടാണ്, കോഴിക്കോടിലെ രാവിലെ 6:15 കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ റിസർവേഷൻ ചാർട്ടൊക്കെ എടുത്തു പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വണ്ടി ഇവിടെ തടഞ്ഞായി കണ്ട്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട സമരാനുകൂലമായിട്ട് സംസാരിച്ച് വന്ന് വണ്ടി വിടില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പിടിച്ചവിടെ വെച്ചിരിക്കുകയാണ്. വണ്ടി അത് ജനറൽ വണ്ടി തന്നെ, ലോ ഫ്ലോർ തന്നെ. നമുക്ക് രാവിലെ കോഴിക്കോട് ഇപ്പോൾ 4 സർവീസുകളുണ്ട്. ഇവിടെ രാവിലെ 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക്, 6:15 4 സർവീസും കോഴിക്കോട് ഇപ്പോൾ തന്നെയാണ്. ഒക്കെ സ്റ്റേ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതാണിപ്പം ഇവിടെ ഒരു വണ്ടിയുമ്പോൾ തിരിച്ചു പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച സമയത്ത് അവർ കോൺവോയായിട്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അയക്കാമെന്നൊക്കെ പറയുന്നല്ലാതെ ഇതുവരെ യാതൊരു കാര്യം പറഞ്ഞിട്ടില്ല. BMSന്റെ തൊഴിലാളികൾ കൂടുതൽ പേര് എത്തുന്നുണ്ടോ തൊഴിലെടുക്കാൻ തയ്യാറായിട്ട്? BMS നമ്മളിപ്പം ഈ ദിവസം BMSൻ്റെ തൊഴിലാളികൾ സമരത്തിന് അനുകൂലിക്കുന്നില്ലല്ലോ. നമ്മൾ തീർത്തും എന്താണ് സർവീസ് പോകാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു അനുവാദം കിട്ടുകയാണെങ്കിൽ നമ്മൾ സർവീസായിട്ട് കോഴിക്കോടേക്ക് പോകും. ഞങ്ങൾ കോഴിക്കോട് ഡിപ്പോയുടെ വണ്ടി, ഈ ഡിപ്പോയുടെ വണ്ടിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ കൂടുതൽ പ്രവർത്തകരെ പറ്റി പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നവരെല്ലാവരും സർവീസ് പോകാൻ വേണ്ടി തയ്യാറാണ്. ഇത്തരത്തിൽ സർവീസിന് തയ്യാറായ വണ്ടികൾ അത് തടയുന്നു എന്ന കാര്യമാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നിരവധി യാത്രക്കാർ പല ഭാഗങ്ങളിൽ നിന്നായി വന്ന ആളുകളുണ്ട്. അവരെല്ലാം ഈ ഒരു KSRTC സ്റ്റാൻഡിൻ്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. ആ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, കാരണം പൊതുഗതാഗത സംവിധാനങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ആക്കുന്ന സമര രീതികളോടാണ് വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നത്. എവിടുന്നായിരുന്നു വരുന്നത്? I don't know Malayalam. I can speak English. You too? Kozhikode? Sorry? Where? I'm coming from Bangalore. Yeah. And I'll be staying here, Ernakulam. Anything else you want to ask? When you come? Just now. I'm just arriving here. What's happening? Strike. All India strike. Okay.
ഈ സമരം ഇങ്ങനെ നടക്കുന്നു എന്നത് കാര്യം പോലും അറിയാതെ വലിയ തോതിലുള്ള ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു സമരത്തെ അവരൊരു തരത്തിലും അനുകൂലിക്കുന്നില്ല. അവരെല്ലാം ഈ ഒരു യാത്രാ ബുദ്ധിമുട്ടിന്റെ ഭാഗമായി മാറിയ ആളുകൾ തന്നെയാണ്. നമുക്കറിയാം, നിരവധി സർവീസുകൾ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലായി തടസ്സപ്പെടുത്തി ഇരിക്കുന്നു. ആ സർവീസുകൾ പൂർണ്ണമായും തന്നെ മുടങ്ങിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ മന്ത്രി നൽകിയിരിക്കുന്ന ഒരു ഉറപ്പാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും. അതായത് ഡയസ്നോൺ പ്രഖ്യാപിച്ച ഒരു സ്ഥാപനമാണ്. അവിടെയാണ് തൊഴിലാളികൾ ഇത്തരത്തിൽ ആ ഡയസ്നോണിനെ പോലും അംഗീകരിക്കാതെ സമരരംഗത്ത് തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ആ ബസ് തടഞ്ഞിട്ടിരിക്കുന്നത് അതേപടി തന്നെ തുടരുന്നു. അതിനു മുന്നിൽ CITUവിൻ്റെ പ്രവർത്തകർ നിലനിർത്തിയിട്ടുണ്ട്. അവർ ഒരു കാരണവശാലും സർവീസുകൾ അനുവദിക്കില്ല എന്ന ഒരു നിലപാടാണ്. രാവിലെ 8ഓളം സർവീസുകൾ ഇത്തരത്തിൽ തയ്യാറായി വന്നത് വൈറ്റിലയിലും തടഞ്ഞിരുന്നു. വൈറ്റില സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഇത്തരത്തിൽ തടയുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അങ്ങനെ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ പോലും തടയുന്നു. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു സംരക്ഷണം നൽകാൻ വേണ്ടി യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷ അല്ലെങ്കിൽ ഓടാൻ തയ്യാറായ വാഹനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം യൂണിയൻ ഭാരവാഹികളടക്കം അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. യാത്രക്കാരെയും കൊണ്ട് വന്നതാണോ? ആളില്ല. പണിമുടക്ക് അറിഞ്ഞായിരുന്നോ? പണിമുടക്ക് അറിഞ്ഞായിരുന്നു, പക്ഷെ അവർ ഇന്ന് വരും വിചാരിച്ചു, പക്ഷെ വന്നില്ല. സർവീസ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അതെ, ഇന്ന് വണ്ടികൾ ചിലപ്പോൾ ഓട്ടം ഉണ്ടാവുന്നു. ഇന്നലെ പ്രൈവറ്റ് ബസ്സില്ലല്ലോ, ഇന്ന് വരെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇല്ല. സർവീസ് നടക്കുമെന്ന ഒരു ധാരണയിൽ തന്നെയാണ് തങ്ങൾ എത്തിയത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ സമരരംഗത്ത് ശക്തമായി തന്നെ നിൽക്കുകയാണ്. സർവീസുകൾ പോയിട്ടില്ല. ഇല്ല. ഇക്കാര്യത്തിൽ എന്താണ് നമ്മുടെ നിലപാട്? ഇനി പൂർണ്ണമായി ഇനി സർവീസുകൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് മാത്രമല്ലല്ലോ, സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാവും ജനങ്ങളുടെ നിലപാട് എന്താണ്. അവർ പണിമുടക്കിനൊപ്പം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും തിരക്ക് വരേണ്ട സമയത്തും ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഏത് പണിമുടക്കിനാണ് ഡയസ്നോൺ ഇല്ലാത്തത്? പണിമുടക്കിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പണിമുടക്കിനെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സർവീസുകൾ ഇനി അനുവദിക്കില്ല. സർവീസ് പോകാൻ തയ്യാറായിട്ട് ഈ എറണാകുളം യൂണിറ്റിൽ ഇതേവരെ ഒരു ജീവനക്കാരനും വന്നിട്ടില്ല. അപ്പോൾ ജീവനക്കാരെല്ലാവരും ഈ പണിമുടക്കിനോട് അനുകൂലമായി നിൽക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളും ഈ പണിമുടക്കിനെ അനുകൂലിച്ച് തന്നെ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ CITU യൂണിയൻ KSRTC എംപ്ലോയീസ് യൂണിയൻ നിലപാട് പറഞ്ഞിരിക്കുന്നത് തൊഴിലാളികൾ തങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമര രംഗത്ത് തുടരുകയാണ്. ഡയസ്നോൺ സാധാരണ സർക്കാരിൻ്റെ ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിലാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സമരത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന സ്ഥിതിയില്ല. അതുകൊണ്ട് തന്നെ സമരം തുടരുമെന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ പൂർണ്ണമായും യാത്രക്കാരെ വലച്ചുകൊണ്ട് അവരെ ഗതാഗത സംവിധാനങ്ങൾ തടഞ്ഞുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സമര രീതിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സമരങ്ങൾ ആവർത്തിക്കുന്നത്. ബന്ദിന് സമാനമായ, ഹർത്താലിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ശരി, എന്തായാലും ഇനി മലബാർ മേഖലയിലേക്ക് കൂടി എത്തുമ്പോൾ കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനവും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ചേരുകയാണ്. ആദ്യം കോഴിക്കോടേക്ക് എത്തുന്നു. ശിവദാസ്, കോഴിക്കോട് എങ്ങനെയാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്? ജനജീവിതം ദുസ്സഹമാണോ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തീർച്ചയായും ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പണിമുടക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുള്ള സമയം നിരവധി ആളുകൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. നിരവധി ആളുകൾ ഇവിടെ ട്രെയിൻ ഇറങ്ങി വാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ കൂടുതൽ സമയമായി അവർ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഓടുന്നില്ല. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഈ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ മറ്റ് KSRTC സർവീസുകളോ ഒന്നും തന്നെ നിലവിൽ ഇവിടെ സർവീസ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ രാവിലെ ട്രെയിൻ ഇറങ്ങി വന്ന ആളുകൾ ഉണ്ട്. അവർ ഇവിടെ ഏറെ നേരമായി കാത്തിരിക്കുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നത്? എങ്ങോട്ടാ? മെഡിക്കൽ കോളേജിലേക്ക് പോകാനോ? കുറെ സമയമായോ കാത്തു നിൽക്കുന്നത്? 6:15 ട്രെയിൻ വന്നേരം സമയം വണ്ടി വിടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് കോളേജിൽ നിന്ന് ആംബുലൻസ് വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി കുറെ സമയമായിട്ട് വന്നിട്ടില്ല. വന്നില്ല. 7:15 അവിടുന്ന് നൈറ്റുള്ള ആളെ എടുത്തിട്ടേ വരും. അവിടെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്.
ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അതായത് ഇപ്പോൾ ഞാൻ സംസാരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. 1 മണിക്കൂറിൽ കൂടുതലായി അവർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട വാഹന സൗകര്യം എത്തിയിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വാഹനം എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളടക്കം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരും ഇതുപോലെ രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ജോലി ചെയ്യുന്ന അവിടെ വണ്ടി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ സാധാരണ വണ്ടി ഇറങ്ങി കഴിഞ്ഞ് അങ്ങനെ നേരത്തെ പോകാൻ പറ്റാറില്ലേ? പോവരുണ്ട്. കുറേ സമയമായി ഞങ്ങൾ 6:30 ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ? ബുദ്ധിമുട്ടാണ്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ജോലിക്ക് എത്താൻ പറ്റും. ഹോസ്പിറ്റൽ പോലത്തെ ഒരു സംഗതിയിൽ ഞങ്ങൾ സ്റ്റാഫുകാർ എത്തിയില്ലെങ്കിൽ അവസ്ഥ എന്താവും? അപ്പോൾ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അവിടെ നിലവിൽ അവർ എത്തിയിട്ടില്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പല പ്രവർത്തനങ്ങളും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആശുപത്രിയെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പണിമുടക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുന്ന, അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പണിമുടക്ക്. ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പല മേഖലകളും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി പോലുള്ള അടിയന്തര സ്വഭാവമുള്ളവ, അവിടേക്ക് ജോലിക്ക് എത്തേണ്ട ആളുകൾക്ക് പോലും കൃത്യമായി ആ സമയത്ത് അവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അതുപോലെ വ്യത്യസ്ത മേഖലകളിലേക്ക് എത്തേണ്ട ആളുകൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുടുക്കിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ. ഇപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ. ഇനി കൂടുതൽ ആളുകൾ ഇതുപോലെ മറ്റു ട്രെയിനുകളൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ഇങ്ങനെ ബസ് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ വാഹനം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ഇവിടെ ഏറെ നേരം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം നമുക്ക് നിരത്തിലേക്ക് നോക്കിയാൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. വാഹനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ്, ഇരുചക്ര വാഹനങ്ങളും ചില സ്വകാര്യ കാറുകളും മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പ്രൈവറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ മറ്റ് നിലവിൽ KSRTC സർവീസുകളൊന്നും തന്നെ ഇവിടെ നിരത്തിലൂടെ ഓടുന്നില്ല. ഇത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. ചില അടിയന്തരമായ ചില വാഹനങ്ങൾ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഇതൊഴിച്ച് അത് അപൂർവമായി മാത്രമാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടക്കം ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വാഹനം എത്തിക്കാം എന്ന് അവർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ വാഹനമൊന്നും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. 1.5 മണിക്കൂറോളമായി അവർ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ട് പോകാൻ വേണ്ടി വന്നു? മെഡിക്കൽ കോളേജിലേക്ക്. കോഴിക്കോട് ജോലി ചെയ്യുന്നതാ? 1 മണിക്കൂറായി. വണ്ടിക്ക് വേണ്ടി നിങ്ങളും എത്തിയിട്ടില്ലെങ്കിൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവില്ലേ? വിളിച്ചു ലേറ്റ് ആവുന്നു. എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. നിലവിൽ ഇവിടെ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഈ കാത്തു നിൽക്കുന്ന നിരവധി ഇവിടെ ജോലിക്കാരുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. 10-30 കൂടുതൽ ആളുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഏകദേശം രാവിലെ 1.5 മണിക്കൂറുകൾ കൂടുതലായി അവർ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്ക് വാഹനം എത്തിയിട്ടില്ല. ഇത്തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ഈ ഹർത്താലിൻ്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് പല മേഖലകളും സ്തംഭിക്കുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി ആളുകളുണ്ട്. ഓട്ടോ തൊഴിലാളികളും അതുപോലെയുള്ള ദൈനംദിന ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി തൊഴിലാളികൾ ഉണ്ട്. അവരുടെ എല്ലാം തന്നെ ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യം ആണ് ഈ ഒരു ബന്ദിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ദേശീയ പണിമുടക്കിലൂടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രയാസം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ട നിരവധി ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലും അടക്കം നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആശുപത്രി പോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ട നിരവധി ആളുകൾ അവരൊക്കെ തന്നെയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് കാരണം ബുദ്ധിമുട്ടിലാകുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിഷേധം ഈ ഒരു സമരത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം
നമ്മളിപ്പോൾ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്രം അത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാർക്ക് പോലും അവിടെ നിന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ്. ജനജീവിതം ദുസ്സഹമാണ്. ദേശീയ പണിമുടക്കിൽ ജനങ്ങൾ വലയുകയാണ്. കണ്ണൂരിൽ ദേശീയ പണിമുടക്ക് ജനജീവിതം ദുസ്സഹമാക്കി സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ അപൂർവമായാണ് നിരത്തിലിറങ്ങുന്നത്. കണ്ണൂർ കാൽടെക്സിൽ പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുകയാണ്. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്താൻ തയ്യാറായി എത്തിയ ജീവനക്കാരെ സമര അനുകൂലികൾ തടഞ്ഞ് വയ്ക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരികയാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിൽ വളരെയധികം ദുസ്സഹമാണ് ജനജീവിതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം സമര അനുകൂലികൾ ജോലിക്കായി എത്തുന്ന ജീവനക്കാരെ പോലും തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെയും നമുക്ക് കാണാം സാധാരണഗതിയിൽ വലിയ ജനത്തിരക്കുണ്ടാകുന്നൊരു സമയമാണിത്. പക്ഷേ ഇന്നിപ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് ഈ ആളുകൾ വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല സ്വകാര്യ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും ഉൾപ്പെടെ അപൂർവമായാണ് നിരത്തിലിറങ്ങുന്നൊരു സാഹചര്യമുള്ളത്. ജനജീവിതം തീർത്തും ദുസ്സഹമാകുന്നൊരു സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അതേസമയം ഈ കണ്ണൂർ കാൾടെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് സമരാനുകൂലികൾ ഈ വാഹനങ്ങൾ തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ അവിടെ പണിയെടുക്കാൻ എത്തിയ ആളുകളെയും ഈ സമരാനുകൂലികൾ തടഞ്ഞു വെച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് മുൻ കല്യാശ്ശേരി MLA TV രാജേഷാണ്. അദ്ദേഹം ഈ ട്രെയിൻ ഇപ്പോൾ ഇറങ്ങി പോകുന്നതാണ്. അവിടുന്ന് സ്വാഭാവികമായിട്ടും എല്ലാ വാഹനങ്ങളും ഉൾപ്പെടെ സമരത്തിന് അണിചേരണമെന്നാണ് CPM ഉൾപ്പെടെ പറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം എങ്ങനെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്കറിയാം ഏതാണ്ട് 300ഓളം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നൊരു സ്ഥലമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ന് വിരലിൽ എണ്ണാവുന്ന ഓട്ടോറിക്ഷകൾ മാത്രമാണ് ഇന്നിവിടെ സർവീസ് നടത്തുന്നുള്ളത്. നമ്മൾ രാവിലെ വന്ന സമയത്ത് ഏതാണ്ട് 10ഓളം ഓട്ടോറിക്ഷകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഓട്ടോറിക്ഷകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിന് വലിയൊരു കുറവ് കാണുന്നുണ്ട്. അതേസമയം അപൂർവമായി ചില ഓട്ടോറിക്ഷകളെങ്കിലും നിരത്തിലിറങ്ങുന്നുണ്ട്. ഈ സമരം ഇങ്ങനെ പൊതുപണിയോടൊക്കെയാണ്. എങ്ങനെയുണ്ട്? ഈ പേടിയുണ്ടോ പുറത്തിറങ്ങി പോയി? അല്ല, സാധാരണഗതിയിൽ വാഹനങ്ങൾ തടയുകയും പലയിടത്തും ഇഷ്യൂ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുള്ള പോലെ നമുക്ക് ഓടാലോ. നമുക്ക് ഭയം എന്തിനപ്പോ നേരെ വെക്കണ്ടേ? സാധാരണഗതിയിൽ എവിടെയും സർവീസ് നടത്താൻ അനുവദിക്കില്ല. അവരെല്ലാവരും സ്വകാര്യ വാഹനങ്ങളും ടാക്സി ഉൾപ്പെടെ സമരത്തോട് സഹകരിക്കും. അവർക്ക് സമരം നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഓടാനും പറ്റുമല്ലോ. പ്രശ്നമൊന്നുമില്ല, ഓടുന്നതിന് പ്രശ്നമൊന്നുമില്ല. സാധാരണ ഇവിടെ ഒരു 300-300ഓളം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നല്ലേ പോയിട്ടുള്ള എന്തായാലും ഇവിടെ സജീവമായിട്ട് തന്നെ ആൾക്കാരുണ്ടാവുന്നതാണ്. വണ്ടിയുണ്ട്, 10 വണ്ടിയുണ്ട്. എന്താണ് ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? നമ്മൾ സഹകരിക്കുന്നുണ്ടോ വെച്ചാൽ ഇപ്പം എല്ലാവരും അവസ്ഥ വളരെ മോശമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സമരം കൂടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ സാധാരണ എല്ലാ സമരത്തിനും നമ്മൾ വീട്ടിലെ ഡ്രൈവർമാർ നോക്കി കണ്ട് ഓടും. അപ്പോൾ ഇന്ന് നോക്കിയിട്ട് ഓടും, ഇന്ന് വരേണ്ട കിടന്നെടുത്ത് മാറ്റും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പലയിടത്ത് വാഹനങ്ങൾ നിരത്തിലിറക്കാതെ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ സമരത്തിൻ്റെ ടീമുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എവിടെ നിങ്ങൾ ആക്രമിക്കുക അങ്ങനെ പേടി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ പേടിയൊന്നുമില്ല നമുക്ക്. ഇതിലും വലിയ സമരം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതല്ല, പക്ഷേ ഇത് ഇപ്പോൾ വണ്ടിയെടുത്ത് എല്ലാവരും പുറത്തിറങ്ങും. ഇങ്ങനത്തെ ഭയമൊന്നും ഇന്നത്തെ ജനങ്ങൾക്കില്ല. കാരണം അവരെ ആവശ്യങ്ങൾ നടക്കണം. ഒരു ദിവസം ട്രിപ്പ് പോകണമെങ്കിൽ കഴിഞ്ഞാൽ അത്രയേറെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ട്രിപ്പ് പോകണമെങ്കിൽ കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ പണി കുറവാണ്. അത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇടിയിലെ ഡ്രൈവർമാർക്ക് ജീവിച്ചു പോകണമെങ്കിൽ വലിയ പൈസ വേണം. കാരണം വാടക വണ്ടി എടുക്കുന്ന ഡ്രൈവർമാർക്ക് തന്നെ ഒരു ദിവസം 1000 റുപ്യനെ വേണ്ടിയിട്ട് ഞാൻ 350 റുപ്യ മുതലാളിക്കും കൊടുക്കണം. പിന്നെ എണ്ണ പൈസയും കഴിച്ച് പിന്നെ തുച്ഛമായ പൈസ ഉണ്ടാവും. അതിനെക്കൂടെ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് ഈ സമരം കൂടിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു പൊതുജന വികാരം തന്നെയാണ് ദേവിക നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയേറെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ആണ് തങ്ങൾ ഈ നിരത്തിൽ ഓട്ടോറിക്ഷയുമായി ഇറങ്ങിയത്. ഒരു ദിവസത്തെ പണി മുടങ്ങിയാൽ അത്രയേറെ പ്രയാസങ്ങൾ അവരെ സംബന്ധിച്ചുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ നമ്മോട് പങ്കുവച്ചത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ ജനജീവിതം തീർത്തും ദുസ്സഹമാകുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പൊതുഗതാഗത സംവിധാനങ്ങൾ
പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. KSRTC ഉൾപ്പെടെ സർവീസ് നടത്താൻ തയ്യാറായി രംഗത്ത് വന്നെങ്കിൽ പോലും പലയിടത്തും ഈ KSRTC തൊഴിലാളികളെ തടഞ്ഞ് മടക്കി അയക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രധാന ഹൈവേ ആയ കണ്ണൂർ കാൾടെക്സിൽ ഉൾപ്പെടെ ഈ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടുത്തെ ദൃശ്യങ്ങളും മറ്റും പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദേവിക, ശരി, എന്തായാലും ഇനി വയനാട്ടിലേക്ക് കൂടി പോവുകയാണ്. വയനാട്ടിൽ നിലവിൽ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട്, ഇരുചക്ര വാഹനങ്ങളും ഓടുന്നുണ്ട്, നിരത്തിൽ വാഹനങ്ങൾ കുറവാണ്. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അർജുൻ PS ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. അർജുൻ, നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം കഴിഞ്ഞതേ ഉള്ളൂ. അവർക്ക് സാമ്പത്തികമായി അവർ തിരിച്ച് സാധാരണ നിലയിലേക്ക് വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പണിമുടക്കുകൾ വരുമ്പോൾ വയനാടിനെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, കേരളത്തെ മുഴുവനായി എടുത്ത് നോക്കിയാലും നമുക്കറിയാം സാമ്പത്തിക പിരിമുറുക്കം ഉണ്ട് സംസ്ഥാനത്ത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് കൂടി വരുമ്പോൾ ജനജീവിതത്തെ എത്രത്തോളം അത് ബാധിക്കും, സാമ്പത്തിക വ്യവസ്ഥയെ എത്രത്തോളം ബാധിക്കുമെന്നത്? തീർച്ചയായും ദേവിക, അത്തരത്തിൽ തന്നെയാണ്. ഒരു ദുരന്തം കഴിഞ്ഞതേ ഉള്ളൂ വയനാട്ടിൽ. ഇടയ്ക്കാണ് ഇത്തരത്തിൽ പണിമുടക്കൊക്കെ വരുന്നത്. സ്വാഭാവികമായും ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ ഉണർന്നു വരുന്ന ഒരു സാഹചര്യമാണിത്. ആ സമയത്താണ് ഇത്തരത്തിൽ തിരിച്ചടി എന്നോണം പണിമുടക്കുകളൊക്കെ നിരന്തരമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബസ് സമരങ്ങൾ, പണിമുടക്കുകളൊക്കെ നിരന്തരമായി ഇവിടെ വരുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ എന്തിനാൽ തന്നെയും നിരത്തുകളൊക്കെ വലിയ രീതിയിലുള്ള വാഹനങ്ങളില്ല എങ്കിൽ തന്നെയും ഇരുചക്ര വാഹനങ്ങൾ ഓടുന്നുണ്ട്, ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല ചില കടകളൊക്കെ വയനാട്ടിൽ തുറന്നിട്ടുണ്ട്. കൽപ്പറ്റ, മാനന്തവാടി ഏരിയകളിലൊക്കെ ചില കടകൾ തുറന്നിട്ടുണ്ട്. എന്തിനാൽ തന്നെയും ചിലയിടങ്ങളിൽ ആളുകൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ തടയുന്നുണ്ട്, മാനന്തവാടിയിലെ ചില ഏരിയകളിലൊക്കെ തടയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും വയനാട്ടിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില KSRTC ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ, അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം മൈസൂര്, ബാംഗ്ലൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവർ നിരവധി പേരുണ്ട്. അത്തരത്തിൽ കർണാടക പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് അതിർത്തിയാണ്, കർണാടക അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരൊക്കെ വയനാട്ടിലുണ്ടാകും. അവർക്കാണ് ഈ കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ ഹർത്താലിൽ ഈ പണിമുടക്കിൽ ഉണ്ടാവുക. അതായത് ഇത്തരത്തിൽ ഈ ഒരു ദീർഘദൂരം പോകേണ്ടവരൊക്കെ ഇന്ന് ഈ വയനാട്ടിൽ തങ്ങേണ്ടി വരും. അത്തരത്തിൽ നിരവധി പേരെ നമുക്ക് രാവിലെ കാണാമായിരുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദേവിക, ശരി അർജുൻ, എന്തായാലും ജനജീവിതം ദുസ്സഹമാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഇത്തരത്തിൽ പണിമുടക്ക് കൂടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനജീവിതം ദുസ്സഹമാകുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ കൂടി ഇത് ബാധിക്കുന്നു എന്ന് ജനങ്ങൾ പ്രതികരിക്കുകയാണ്. സംസ്ഥാനത്തെ ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ച് സർക്കാരും KSRTCയും. സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. KSRTC സർവീസുകൾ ഭാഗികമായി മുടങ്ങി. പലയിടങ്ങളിലും KSRTC ബസ്സുകൾ സമരക്കാർ തടയുന്നു. BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ അവസ്ഥയും മറ്റൊന്നല്ല. സമരക്കാർ ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. കൊല്ലത്തേക്കെത്തുമ്പോൾ ഓട്ടോ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി CITU നേതാക്കൾ. ഓട്ടോ സ്റ്റാൻഡിലെത്തിയ തൊഴിലാളികളോട് തിരിച്ചു പോകാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഓട്ടോ തൊഴിലാളികളെയാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയർന്നു കേൾക്കുന്നത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്താണ് കൊല്ലത്ത്? ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓട്ടോ തൊഴിലാളികളോടാണ് തിരിച്ചു പോകാൻ CITU നേതാക്കൾ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ KSRTC ബസ്സുകൾ, 2 KSRTC ബസ്സുകൾ ഈ കൊല്ലം ബസ് സ്റ്റാൻഡിൽ തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രാവിലെ ജീവനക്കാർ എത്തി ഈ ബസ് ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് കൊടി കുത്തി തടഞ്ഞിട്ടുള്ളത്. CITUവിന്റെ നേതാക്കളെത്തി ഈ ബസ്സുകൾ തടഞ്ഞു. സർക്കാർ പോകില്ല എന്ന് പറയുകയായിരുന്നു. തുടർന്ന് റിസർവേഷനിലുണ്ടായിരുന്ന യാത്രക്കാരുണ്ടായിരുന്നു. അവർക്ക് തന്നെ അവശ്യ സർവീസുകളാണ്. അവരൊക്കെ തന്നെ തിരികെ മടങ്ങേണ്ട ഒരു സാഹചര്യം, അവരൊക്കെ പലരും ഇവിടെ നിന്നും പോകാനാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് 2 ബസ്സുകളാണ് ഇപ്പോൾ, 2-ലധികം ബസ്സുകൾ, അതായത് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സുകൾ ഇപ്പോൾ ഈ സമരാനുകൂലികൾ തടയുന്നുണ്ട്. ഈ CITUവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം ഇവിടെ നടക്കുന്നത്. അതേസമയം തന്നെ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ KSRTC ബസ്സുകളൊക്കെ നിരത്തിലിറങ്ങുമെന്നാണ്. എന്നാൽ അവരുടെ തന്നെ ഈ ഒരു ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള ഈ യൂണിയനുകൾ തന്നെ ഈ പണിമുടക്ക്, അതായത് ഈ KSRTC ബസ്സുകൾ തടയുന്ന
ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കണ്ടക്ടർമാർ ഉൾപ്പെടെ ബസ് പിടിക്കുകയാണെങ്കിൽ അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇവർ ബസ് വിടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രാവിലെ വന്ന് യന്ത്രം ചെയ്ത ശേഷം യാത്ര തിരിക്കാനിരുന്നതാണ്. അമൃത ആശുപത്രിയിലേക്കുള്ള ബസ്സും അതോടൊപ്പം തന്നെ മൂന്നാറിലേക്കുള്ള ബസ്സുമാണ് ആദ്യം തടഞ്ഞത്. ഇനി വരുന്ന ബസ്സുകളും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എത്തിയിട്ടുണ്ടെങ്കിലും പോലീസ് സമരക്കാരെ മാറ്റി ഈ ബസ് ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കുവാനുള്ള ഒരു സൗകര്യവും ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് വന്ന് ഈ സമരം കണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ യാത്രക്കാരും അതോടൊപ്പം തന്നെ ഡ്യൂട്ടിക്കായി എത്തിയിട്ടുള്ള ജീവനക്കാരും വലയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ശരി, എന്തായാലും മനോജ്, അവിടെ ഓട്ടോ തൊഴിലാളികളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ കണ്ണൂരിലേക്കെല്ലാം എത്തിയപ്പോൾ അവിടെ ഓട്ടോ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഈ പണിമുടക്ക് നടത്താൻ അവർക്ക് അവകാശമുണ്ടെങ്കിൽ ജോലി ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കും ഉണ്ടെന്ന് തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണോ കൊല്ലത്തെ ഓട്ടോ തൊഴിലാളികളും പറയുന്നത്? കാരണം ഒരു ദിവസത്തെ പണിമുടക്ക് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദുസ്സഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാരാണ്. ഒരു ദിവസത്തെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണല്ലോ. സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ തൊഴിലാളികൾ അവർ തങ്ങളുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു ഓട്ടോ ഓടിച്ചാണ്. അപ്പോൾ ഓരോ ദിവസവും കിട്ടുന്ന വരുമാനത്തിലാണ് അവരുടെ ഇത് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ അതിനുവേണ്ടി രാവിലെ, അതായത് ഈ വെളുപ്പിനെയൊക്കെ തന്നെ ജോലിക്ക് വരുന്നവർ അത്രയും ഒരു സാഹചര്യത്തിൽ നിന്നും വരുന്നവരായിരിക്കും. അവരൊക്കെ രാവിലെ ഈ ഓട്ടോ ഇവിടെ സ്റ്റാൻഡിൽ കൊണ്ടിട്ട് ഓട്ടം കിട്ടുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് CITUവിന്റെ നേതാക്കൾ എത്തി അവിടെ നിന്നും ഓട്ടോ മാറ്റണമെന്ന് പറയുന്നത്. ഈ മാറ്റിയില്ലെങ്കിൽ തങ്ങൾ വേറെ ചില നടപടിയിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് ഈ CITU നേതാക്കളൊക്കെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഈ ഭീഷണിപ്പെടുത്തലിൽ ഭയന്ന് ഇവിടെയുള്ള സാധാരണ ഓട്ടോ തൊഴിലാളികൾ അവർ ഇവിടെ നിന്നും ഓട്ടോ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും 1-2 ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെ തന്നെ സർവീസ് നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോ ഓടുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരം സാധാരണക്കാരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഓട്ടോ തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവരെ മടക്കി അയക്കുന്ന, അവരുടെ ഉപജീവന മാർഗം മുടക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ KSRTC ബസ്സുകളടക്കം തടഞ്ഞുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ കൂടി ചേരുകയാണ്. ജിജീഷ്, ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ, CITU നേതാക്കളെല്ലാം ബസ്സിന് മുന്നിൽ കസേരയിട്ടിരുന്ന് സമരം ചെയ്യുന്ന ഒരു സ്ഥിതിയിലോട്ട് കൂടി വന്നല്ലോ. ബസ് എടുക്കാതിരിക്കാനായി. കാരണം BMSന്റെ തൊഴിലാളികൾ അവിടേക്ക് എത്തിയിരുന്നു. തങ്ങൾ ഇന്ന് പോലീസ് തങ്ങൾക്ക് സുരക്ഷ നൽകുകയാണെങ്കിൽ സർവീസ് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് തടയുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലും തുടരുകയാണ്. ദേവിക, ഈ സുരക്ഷ നൽകാൻ തയ്യാറാണ് എന്ന് ഗതാഗത മന്ത്രിയും KSRTC എല്ലാം തന്നെ ഉറപ്പ് നൽകിയെങ്കിലും അവർക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ വ്യക്തമാകുന്നത്. കാരണം രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന 5 മണിക്ക് കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന KSRTC ലോ ഫ്ലോർ AC ബസ്സാണ് ഈ നിലയിൽ CITU യൂണിയൻ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സമരവുമായി തങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, സർവീസുകൾ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ശക്തമായി തന്നെ തുടരും എന്ന കാര്യമാണ്. ഇതോടൊപ്പം തന്നെ 2 ലോ ഫ്ലോർ ബസ്സുകളാണ് ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി തടഞ്ഞിട്ടിരിക്കുന്നത്. രണ്ടും കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ബസ്സാണ്. ഈ 2 ബസ്സുകളും സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവർ ഉന്നത ഉദ്യോഗസ്ഥരോടുമായി അടക്കം ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. തങ്ങൾ സർവീസ് നടത്താൻ തയ്യാറായി വന്ന ആളുകളാണ് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ഒരു സർവീസ് നടത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ തയ്യാറായിട്ടില്ല. നേരത്തെ അവർ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടത്തേക്ക് പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ ആളുകൾ നമുക്ക് ബുക്ക് ചെയ്തിട്ട് അല്ലേ നിന്നിരുന്നു. അവിടുന്ന് റിസർവേഷൻ ഉണ്ടായിരുന്നു. 5 പേരോളം റിസർവേഷൻ ഉണ്ട്. 4 പേര് അവിടുന്ന് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ യാത്ര മുടങ്ങിയതാ. ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു. അപ്പം ഇവിടെ തടഞ്ഞിരിക്കുകയാണ്, പോലീസ് പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല, ഇവിടെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന യാത്രക്കാർ ഒരുപാട് പേര്. അതെ അതെ, സ്ഥിര യാത്രക്കാരുള്ള ഒരു വണ്ടിയാണിത്. കാരണം AC ബസ് ഈ സമയത്ത് ഇവിടുന്ന് ഓരോ മണിക്കൂർ ഇടപെട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് യാത്രക്കാരുള്ള വണ്ടിയാണത്. അവരൊക്കെ അങ്കമാലിയിൽ നിന്നുണ്ട്, ചാലക്കുടിയിൽ നിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്. ആ യാത്രയൊക്കെ മുടങ്ങി. അത് റിസർവ് ചെയ്ത 4 പേര് നെടുമ്പാശ്ശേരിയിൽ നിന്ന് മാത്രമുണ്ട്. ആ ആളുകളെ യാത്ര മുടങ്ങി. എയർപോർട്ടിൽ നിന്ന് പോകാനുള്ള ഇപ്പോഴും നമ്മളോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല.
എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ മന്ത്രി തന്നെ ഉറപ്പ് നൽകി ഞങ്ങൾ എല്ലാ സർവീസ് നടത്താൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകും എന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇക്കാര്യം എന്തുകൊണ്ടാണ് താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ അത് അനുസരിക്കാത്തത്? അത് അവർ സമരത്തിന് അനുകൂലിക്കുന്ന ആളുകളായതുകൊണ്ട്, ആ സംഘടനേൻ്റെ ആളുകളായതുകൊണ്ടാണ്. അല്ലാതെ നിർദ്ദേശം ഇന്ന് സർവീസ് നടത്താനാണ് മന്ത്രിയും പറഞ്ഞതായിട്ടുള്ള അറിവ് അങ്ങനെയാണ്. സർവീസ് നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുന്നില്ല. അതുകൊണ്ടാണ് സർവീസ് അയക്കാൻ പ്രശ്നം. കാരണം ഞങ്ങളെ വിളിച്ചിട്ടാണ് ഇപ്പം പോലീസ് ഇവിടെ വന്നത്. അവർ വിളിച്ചില്ല. സ്റ്റേഷൻ മാസ്റ്ററോട് സംസാരിച്ചോ ഞങ്ങൾക്ക് സർവീസ് നടത്താൻ തയ്യാറാണ്? ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇവർ തടയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനിൽ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ടൈമൊക്കെ വെച്ച് തന്നു. പക്ഷേ ഇവിടെ തടഞ്ഞു, പിന്നൊന്നും ചെയ്തില്ല. പോലീസ് വന്നു, പോലീസായിട്ട് ഇവർ സംസാരിച്ചു. പക്ഷേ പോലീസും അനുകൂലമല്ല ശരിക്കും. ഇത് സുരക്ഷ നൽകേണ്ട ആളുകൾ അനുകൂലമല്ല. അല്ല. ദേവിക, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് സുരക്ഷ നൽകേണ്ട പോലീസ് ഉൾപ്പെടെ ഈ ഒരു സുരക്ഷ നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇടത് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്ന് BMS. ഇടത് യൂണിയൻ നേതാക്കൾ കൂടി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങളെ ഇപ്പോൾ എന്തിനാണ് എതിർക്കുന്നതെന്നും BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത് കുമാർ ചോദിച്ചു. പണിമുടക്കിൽ നിന്നും ജനങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നും BMS ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം പറഞ്ഞത് പണിമുടക്കിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകും, അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് സംരക്ഷണം ഒരുക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം പറഞ്ഞൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് സംരക്ഷണം എവിടെയും നൽകുന്നില്ല. BMSന്റെ തൊഴിലാളികൾ വന്നു, അവർ ജോലി ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചു വന്നിട്ട് പോലും അവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ അവർ സർവീസ് നടത്തുമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം പറഞ്ഞത് ജനങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കാൻ പോലീസ് വിന്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ പോലീസ് കൂടുതൽ സംരക്ഷണം നൽകുമെന്നാണ്. പക്ഷേ മന്ത്രിയുടെ വാക്കുകളൊന്നും ഫലം കണ്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. പോലീസ് സംരക്ഷണം എവിടെയും ഒരുങ്ങുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ സർവീസുകൾ തടയുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് KSRTC മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ യാത്രക്കാർക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസുകൾ മുടങ്ങുന്ന രീതിയിലുള്ള യാത്രക്കാർക്ക് അവർക്ക് പകരമുള്ള പരിരക്ഷകൾ നൽകുമെന്നൊക്കെയുള്ളൊരു വാദം നൽകിയിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത്, ഈ പോലീസ് വാഹനങ്ങളിൽ കയറിപ്പോകുന്നവരല്ലാതെ മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടിയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടത് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജനങ്ങളെ കബളിപ്പിക്കാനെന്നാണ് ഇപ്പോൾ BMS തീരുമാനമെടുത്തിട്ടുള്ളത്. ഇടത് യൂണിയൻ നേതാക്കൾ കൂടി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങളെ നിലവിൽ എതിർക്കുന്ന നയമാണ് ഇപ്പോൾ 10 ഇടത് വലത് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പണിമുടക്കിൽ നിന്നും ജനങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ കഴിയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പൊതു സംരക്ഷണവും അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടും ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് പോലീസിൻ്റെ വാഹനങ്ങളിൽ അവരെ കയറ്റിക്കൊണ്ട് പോകുന്നു, അതിനപ്പുറത്തേക്ക് സർവീസുകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. രാവിലെ നെയ്യാറ്റിൻകരയിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ബസ് വൈകിയതിൽ യാത്രക്കാരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യൂണിയൻ നേതാക്കളും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. അത് പോലീസ് ഇടപെട്ട് പരിഹരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെയ്യാറ്റിൻകരയിൽ 12 ബസ്സുകൾ സിറ്റിയിലേക്ക് സർവീസ് നടത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച, ഇവിടെ നിന്നും ബസ് അത്തരത്തിൽ നെയ്യാറ്റിൻകരയിലേക്കും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ISR ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട പോലെ സർവീസ് ഉദ്യോഗാർത്ഥികളെ യഥാസമയം അവിടേക്ക് എത്തിക്കാനുള്ള സർവീസുകളൊക്കെ വളരെ ക്രമപ്പെട്ട രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും തെങ്കാശി, അതോടൊപ്പം തമിഴ്നാടുകളിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പണിമുടക്ക് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിഷയം, അത് പണിമുടക്ക് വിജയിച്ചിട്ടില്ല എന്ന് വേണം. കാരണം നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത് ഒരു KSRTC ബസ്സാണ്, അന്തർ സംസ്ഥാനത്തേക്ക് പോകുന്ന KSRTC ബസ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ വാഹനങ്ങളിലും സർവീസുകൾ നടക്കുന്നുണ്ട്. ഈ KSRTC സ്വകാര്യ ബസ്സുകൾ മാത്രമാണ്, ചില ബസ്സുകൾ മാത്രമാണ് ഇത്തരത്തിൽ സർവീസ് നടത്താതിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും KSRTCയും ഇതിനോടകം ഡയസ് ലോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ 4 ലേബർ കോഡ് അടക്കം പണിമുടക്കിൻ്റെ ഭാഗമായി ഇടത് യൂണിയൻ നേതാക്കൾ ഉയർത്തുന്ന കാര്യങ്ങൾ അവരെ കൂടി ചർച്ചയിലെടുക്കുന്ന സമയത്ത് അവർ കൂടി അംഗീകരിച്ച കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നയമെന്നോണം ഈ യൂണിയനുകൾ ചേർന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഒരു ബന്ധെന്ന പ്രതീതി വരുത്തിക്കൊണ്ട് ഒരു പണിമുടക്കിലേക്ക് പോകുമ്പോൾ അത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കാരണം ഓരോ മീറ്റിങ്ങുകളിലും ഓരോ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ആ ചർച്ചകളിൽ വരുന്ന അജണ്ടകൾ കൈയടിച്ച് പാസ്സാക്കുകയും പിന്നീട് അതിനെ നേരെ തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ ഈ പ്രതിഷേധവും പ്രക്ഷോഭവും പണിമുടക്കും എന്നുള്ള തന്നെയാണ്. പത്തനംതിട്ടയിലും ജനജീവിതം ദുസ്സഹമാണ്. മിഥുൻ മുരളി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. മിഥുൻ, പത്തനംതിട്ടയിൽ എങ്ങനെയാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്? എന്തായാലും പണിമുടക്കിൽ ജനജീവിതം ദുസ്സഹമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ആശുപത്രികളിലേക്ക് എത്തേണ്ട രോഗികൾ പോലും വലയുന്നൊരു സാഹചര്യം. പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തടക്കം സൗജന്യ യാത്രാ വാഹനങ്ങൾ പല ഭാഗത്തു നിന്നും വന്ന് ജനങ്ങളെ RCCയും മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പലയിടത്തും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. KSRTC ബസ്സുകളുടെ സർവീസ് മുടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം സർവീസ് മുടക്കാൻ പാടില്ല, സംരക്ഷണം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പോലീസ് സംരക്ഷണം എവിടെയും ഒരുങ്ങുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ ഇടത് തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. കൊല്ലത്ത് KSRTC ബസ്സുകൾ തടഞ്ഞു. ഡിപ്പോയിൽ നിന്ന് പുറപ്പെടാനിരുന്ന മൂന്നാർ അമൃത ഹോസ്പിറ്റൽ സർവീസുകളാണ് തടഞ്ഞത്. CITU പ്രവർത്തകർ കൊടികുത്തി ബസ് തടയുകയായിരുന്നു. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. കൂടാതെ ഓട്ടോ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി CITU നേതാക്കൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയ തൊഴിലാളികളോട് തിരിച്ചു പോകാൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ പ്രതികരണങ്ങളിലേക്ക്. കുമളിയായിരുന്നു എൻ്റെ ഷെഡ്യൂള്. ഞാൻ അതിന് 4 മണിക്കേ വന്നു. 4 മണിക്ക് വന്നിട്ട് എനിക്ക് രാവിലെ ഞാൻ അതിൻ്റെ വെബില് വാങ്ങിച്ചപ്പോൾ ഡ്രൈവറില്ല, അതുകൊണ്ട് സർവീസ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേന് വേറൊരു ഡ്രൈവർ വന്നപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ 5:35 തിരുവനന്തപുരം ഷെഡ്യൂളുള്ള ആളെ സൂപ്പർ സർവീസുകളാണ് മുമ്പേ വിടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് 6 മണി മൂന്നാറിൻ്റെ കാർഡ് വാങ്ങിപ്പിച്ചു. ഞാനും 6 മണി മൂന്നാർ പോകാൻ തയ്യാറായി. ഞങ്ങൾ റിസർവേഷൻ ഉണ്ടായിരുന്നു, 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്തു നിന്ന് തന്നെയുള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയോ? ഡ്രൈവറെ ഒന്ന് വിരട്ടി അതാക്കി ആൾ മാറിപ്പോയി നിൽക്കുകയാണ്. ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ KSRTC ബാധിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്, നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. எடப்பள்ளிக்கோட்டை ரோடு பணி ஆப்ரேட்டர் விஸ்வசந்திரா திருநெல்வேலியிலேருந்து வந்து இப்போ அந்த பஸ் எதுவும் ஓடுறதில்லைன்னு அறியதில்லை. ഇവിടെ വന്നതിനപ്പുറം ബസ് ഒന്നും ഇല്ല. റോഡ് പണി ഓപ്പറേറ്റർ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതാണ്, പോകാൻ പറ്റുമെന്ന് കരുതി. രാവിലത്തെ സർവീസ് അറേഞ്ച് ചെയ്ത വണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം, പോകാൻ പറ്റുമെങ്കിൽ പോകും. എന്താ ചെയ്യാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം സ്വന്തം മണ്ഡലത്തിലെ KSRTC ഡിപ്പോയിൽ പോലും നടപ്പായില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം പത്തനാപുരം KSRTC ഡിപ്പോയിലും ബസ് തടഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കമുണ്ടായെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ആ നിർദ്ദേശം, അതായത് KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നുള്ളതായിരുന്നു, നിരത്തിലിറങ്ങുമെന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. പക്ഷേ മന്ത്രിയുടെ വാക്കിന് നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അത്തരത്തിൽ ഒരു നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സമരാനുകൂലികളൊക്കെ ഈ പത്തനാപുരം ഡിപ്പോയിൽ പോലും, അതായത് പത്തനാപുരം മണ്ഡലത്തിലുള്ള ഡിപ്പോയിൽ പോലും ഈ ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. ഗതാഗത മന്ത്രിയുടെ വീടിന് സമീപത്തെ ഡിപ്പോയിൽ പോലും ഈ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല, നടപ്പായില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലം ഈ ഡിപ്പോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കാനിരുന്ന
2 ബസ്സുകൾ ആദ്യം തടഞ്ഞു. പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സുകൾ തടയുകയാണ്. ഡ്രൈവറെ ഇവിടെ നിന്നും, അതായത് ബസ് ഓടിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ ഡ്യൂട്ടി എടുക്കാൻ തയ്യാറായി എത്തിയിട്ടുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബസ്സിൽ നിന്നും ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ യാത്രക്കാരെ പറഞ്ഞുവിടുന്ന സാഹചര്യം. അത്തരത്തിൽ ഈ CITUവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഈ ബസ്സിന് മുന്നിലേക്ക് എത്തി ഈ KSRTCയുടെ കൊടി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ബസ്സുകൾ തടയുന്നത്. അമൃത ആശുപത്രിയിലേക്കുള്ള അവശ്യ സർവീസ് ഉൾപ്പെടെ തടയുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മൂന്നാറിലേക്കുള്ള ബസ്സാണ് ആദ്യം തടയുന്നത്. എന്തായാലും കണ്ടക്ടറെ ഉൾപ്പെടെ ഇവിടെ നിന്നും ഇറക്കി വിട്ടുകൊണ്ട് പോലീസ് എത്തിയെങ്കിലും പോലീസ് അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അവർക്ക് പോലീസിനെ ഇവിടെ നിന്നും ബസ്സുകൾ സർവീസ് ആരംഭിക്കുവാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യാത്രക്കാരും അങ്ങനെ തന്നെ വിഷമിച്ച് ഇരിക്കുകയാണ്. കാരണം നിരവധി ദൂരെ യാത്ര ചെയ്യേണ്ട ആളുകളാണ് എത്തിയിട്ടുള്ളത്. അവർക്കൊക്കെ തന്നെ എങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് എത്തുമെന്നുള്ള ഒരു സംശയം, അതായത് മറ്റ് സർവീസുകളൊന്നുമില്ല. ആ വിഷമമാണ് അവർ നമ്മളോടൊക്കെ പങ്കുവച്ചത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോയുമായി എത്തിയ തൊഴിലാളികളുണ്ടായിരുന്നു. അവരോട് CITU നേതാക്കൾ ഇറങ്ങി വന്ന് ഓട്ടോ എടുത്ത് മാറ്റണം, ഇനി ഇവിടെ സർവീസ് നടത്താൻ ഇന്ന് ഈ ഓട്ടോ ഓടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോ, അതായത് അവർ രാവിലെ, അതായത് വെളുപ്പിന് തന്നെ എത്തി ഈ ഓട്ടോ ഓടുന്ന സ്ഥിരം ആളുകളുണ്ട്. അവർക്കാണ് ഇന്ന് ഈ. ശരി മനോജ്, എന്തായാലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും മന്ത്രിയുടെ നിർദ്ദേശം നടപ്പായില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയം, ജനജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, കേരളത്തിന് പുറത്ത് പണിമുടക്ക് യാതൊരു തരത്തിലുള്ള ചലനങ്ങളും സൃഷ്ടിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണല്ലോ. എടുത്തു പറയാനാണെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. രാജ്യ തലസ്ഥാനത്ത് ജനജീവിതം സാധാരണ നിലയിലാണല്ലോ. ദേവിക, ആ ദൃശ്യങ്ങൾ തന്നെ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. കാരണം ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ പണിമുടക്ക് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് ഇന്ന്. ആ ദിവസമാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പരമ്പരാഗത വാഹനങ്ങൾ മുതൽ ഇതാ ഏറ്റവും നൂതനമായ ബസ്സുകളും കാറുകളും വരെ ഈ നിരത്തിലുണ്ട്. ഒരു കുതിരവണ്ടി അടക്കം ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് പുറത്ത് ഈ ഭാരത് ബന്ദിൻ്റെ പണിമുടക്കിൻ്റെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ മാത്രമാണ് ഈ കലാപരിപാടി കാണാൻ സാധിക്കുന്നത്. പൊതുജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക. ശ്രീചിത്രയിലേക്കും RCCയിലേക്കും ഒക്കെ പോകാൻ വരുന്ന ആളുകൾ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരത്ത് ബസ് കാത്തു നിൽക്കുന്നത്, ഓട്ടോ കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിലും കൊല്ലത്തൊക്കെ തന്നെ ബസ്സുകൾക്ക് നേരെ കല്ലെറിയുന്നതും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഇതൊന്നും തന്നെ ഈ രാജ്യ തലസ്ഥാനത്ത് കാണാനില്ല. ഡൽഹിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഓഫീസ് ടൈം ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. 8 മണിയേ ആയിട്ടുള്ളൂ. ഈ 8 മണി സമയത്ത് കാണുന്ന തിരക്കാണ് ഇത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഡൽഹി നഗരത്തിൽ വാഹനങ്ങൾ ഇറക്കാൻ കഴിയാത്ത വിധം തിരക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇടത് പാർട്ടികളും കോൺഗ്രസും ചില ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും ചേർന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക്, ദേശീയ പണിമുടക്ക് ഭാരത് ബന്ദ് സമ്പൂർണ്ണമായി കേരളത്തിന് പുറത്ത് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവരൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല. നമ്മൾ 1-2 ആളുകളോട് ചോദിച്ചു, ഈ ലെഫ്റ്റ് പാർട്ടികൾ ഇതുപോലെ ഒരു ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ അവരൊന്നും തന്നെ ആ സമരത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരു പണിമുടക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമാണ് ഈ ഭാരത് ബന്ദ് എന്ന് പറയുന്ന ഈ ഇത്തരത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു സാഹചര്യം അനുഭവിക്കേണ്ടി വരുന്നത്. അവർക്ക് മാത്രമാണ് ഓഫീസുകളിൽ പോകാൻ കഴിയാത്തത്, അവർക്ക് മാത്രമാണ് ആശുപത്രികളിൽ പോകാൻ കഴിയാത്തത്, അവർക്ക് മാത്രമാണ് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഈ പണിമുടക്ക് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവരുടെ വാഹനങ്ങൾ മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത്, അവരുടെ വാഹനങ്ങളുടെ ടയറിൻ്റെ കാറ്റ് മാത്രമാണ് അഴിച്ചുവിടുന്നത്, അവരെ മാത്രമാണ് ഭീഷണിപ്പെടുത്തി വീടുകൾക്കുള്ളിലേക്ക് കയറ്റുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഈ പരിപാടി അരങ്ങേറുന്നത്. ബാക്കിയുള്ള ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കില്ല ഇങ്ങനത്തത്. ഇത് നമ്മൾ NDMC മേഖലയിലേക്കൊന്നും പോയിട്ടില്ല. പ്രധാനപ്പെട്ട നഗരമേഖലകളിലേക്കല്ല നമ്മൾ പോയിട്ടുള്ളത്. ഇത് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്തെ അവസ്ഥ ഇതാണെങ്കിൽ, നഗരമേഖലകളിൽ, പൂർണ്ണമായ നഗരമേഖലയിലൊക്കെ പോകുമ്പോൾ വലിയ തിരക്ക് ഇതിൽ കൂടുതൽ കാണാൻ സാധിക്കും. മുംബൈയിലേക്ക് വരികയാണെങ്കിൽ മുംബൈയിലും സമാനമായ രീതിയിലാണ്. സാമ്പത്തിക തലസ്ഥാനം സ്വാഭാവികമായി മുന്നോട്ട് പോകുന്നു. അവിടെയും ഈ പൊതുപണിമുടക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അവരെ ബാധിച്ചിട്ടേയില്ല. ബംഗാളിലേക്ക് വന്നാൽ ബംഗാളിലും മമതാ ബാനർജിയുടെ കോട്ടയായ ബംഗാളിലും നിലവിൽ സ്ഥിതി ശാന്തമാണ്. അവിടെയും വാഹനങ്ങളൊക്കെ തന്നെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അരെ ഭയ്യ काम करने के लिए जा रहे, आज भारत बंद है, आपको जानना है?
भारत नहीं जानता हूँ। ഇതാണ് അവസ്ഥ. ഇന്ന് ഭാരത് ബന്ദ് ആണോ? സാധാരണ തൊഴിലാളിയാണ്, ജോലിക്ക് പോകുന്നതാണ്, ഈ സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്നയാളാണ്. ഭാരത് ബന്ദ് ആണ്, അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് ഇതെന്താണ് സാധനം എന്ന് പോലും അറിയില്ല. ജാൻദാനയ്യെ പുള്ളി അങ്ങനെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണോ എന്നൊക്കെ പല സംശയങ്ങളും പല കോണുകളിൽ നിന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ നടന്നു വരുന്നത് കണ്ടത് ഒരു സാധാരണ തൊഴിലാളിയെയാണ്. അയാളുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി രാവിലെ ഇറങ്ങിയതാണ്. അയാളോട് സമരമാണ് ഇന്ന്. അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഈ സാധനമേ അറിയില്ല എന്നുള്ളതാണ് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ചില വാഹനങ്ങൾ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ നിരത്തിലുണ്ട്. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാനും സാധിക്കും. ഇന്നത്തെ അവസ്ഥയിൽ പശ്ചിമ ബംഗാളിൽ പണിമുടക്ക് നമുക്ക് പൂർണ്ണമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ബീഹാറിൽ BJP NDA സർക്കാർ ഭരിക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെ RJDയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അങ്ങനെ RJDയുടെ നേതൃത്വത്തിൽ സമരത്തെ ട്രെയിനുകളൊക്കെ തടഞ്ഞിരുന്നു. പക്ഷേ പോലീസ് ഭംഗിയായി ആ പരിപാടി, അവരുടെ ജോലി നിറവേറ്റിയതുകൊണ്ട് അത് RJDയുടെ പണി അവിടെയും നടന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അങ്ങോളം ഇങ്ങോളമുള്ള തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൊക്കെ ഈ ഉത്തരേന്ത്യൻ മേഖലയിൽ, കേരളം വിട്ടുള്ള മേഖലയിൽ ഈ പണിമുടക്ക് ജനം അറിഞ്ഞിട്ടേ ഇല്ല. ഒരു സാധാരണ തൊഴിലാളിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ബസ്സിലെ തിരക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകും. വരുന്ന ബസ്സുകളിലെ തിരക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഈ ഒരു ബസ് പോകുന്നുണ്ട്. ആ ബസ്സിനുള്ളിലേക്ക് ക്യാമറ ഒന്ന് കാണിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത് സാധാരണ രീതിയിൽ പോകുന്ന അതേപോലെ തന്നെ തിങ്ങി നിറഞ്ഞ് തന്നെയാണ് ഈ 8 മണി സമയത്തും ബസ്സുകളൊക്കെ തന്നെ പോകുന്നത്. ഇവർക്കൊന്നും ഈ പണിമുടക്കോ, ദേശീയ പണിമുടക്കോ, ഭാരത് ബന്ദോ അതൊന്നും അവരെ ബാധിക്കുന്നതേയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ അവർ സ്വാഗതം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്, സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് കേരളത്തെ മാത്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സ മുടക്കിക്കൊണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ ജോലി മുടക്കിക്കൊണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ പഠിപ്പ് മുടക്കിക്കൊണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനുള്ള അവസരം മുടക്കിക്കൊണ്ട് സമരം നടത്തുന്നത് എന്ന ചോദ്യം മാത്രമാണ് ഉയരുന്നത്. കളിയിക്കാവിളയ്ക്കും തലപ്പാടിക്കുമിടയിൽ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. പണിമുടക്കിൽ വലയുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ പാലക്കാട് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട്ടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? കാരണം പലയിടത്തും ഓട്ടോ തൊഴിലാളികളെ അടക്കം CITU നേതാക്കൾ വന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അത്തരം സംഭവങ്ങൾ പാലക്കാടുണ്ടോ? മറ്റു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അവിടെ നിന്ന്. ദേവിക, പാലക്കാട് പൊതുവെ ഈ പണിമുടക്കിൽ സ്വകാര്യ വാഹനങ്ങളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ജനങ്ങൾ പൂർണ്ണമായിട്ടും വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രധാനമായിട്ടും KSRTC സർവീസ് നടത്തുമെന്ന് പറഞ്ഞു. എന്നിട്ടും KSRTC ഇതുവരെ പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ധാരാളം യാത്രക്കാരാണെങ്കിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അവരൊക്കെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് വേണ്ടി വാഹനം ലഭിക്കുമെന്നൊക്കെ കരുതി വന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞതാണല്ലോ ഈ KSRTC സർവീസ് നടത്തുമെന്നുള്ള കാര്യം. എന്നിട്ടും ബസ്സില്ലാതായതോടുകൂടെ ഒരുപാട് ആളുകളാണ് വളഞ്ഞിരിക്കുന്നത്. എവിടേക്ക് പോവാണ് ചേച്ചി? വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ബസ് സമരം KSRTC പ്രതീക്ഷിച്ചാണ്. ആലത്തൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ KSRTC ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് നേരം. അപ്പോൾ ഒരു കസിനോട് പറഞ്ഞ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. വലഞ്ഞു കുറച്ച്. KSRTC ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. തന്നെയാണ് KSRTC ബസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് യാത്രക്കാർ പലരും വന്നത്. അങ്ങനെ വന്ന ആളുകളൊക്കെ ബസ്സില്ലാതായതോടുകൂടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഈ സ്റ്റാൻഡിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ട്. അവരൊക്കെ ബസ് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷേ പലരും ബസ്സില്ലാതായതോടുകൂടെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ്. ചേട്ടാ, എങ്ങനെയും പോകാൻ വേണ്ടി വന്നതാണോ? എങ്ങനെ പോകാൻ വേണ്ടി? ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരിക. പല്ലശ്ശന പറയും ഇവിടേക്ക് പോകാൻ നിൽക്കുക. ഈ ബസ് KSRTC ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിലെ സമരമാണെന്ന് അറിഞ്ഞു. പക്ഷേ ഇത്ര 2 ദിവസം അടുപ്പിച്ചുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. KSRTC സർവീസ് നടത്തുമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു സ്റ്റാൻഡിലേക്ക് എത്തിയത്. അതെ, അവിടെ ആയതുകൊണ്ട് വന്നത്. കോയമ്പത്തൂരിൽ എങ്ങനെ വന്നത്? കോയമ്പത്തൂർ KSRTC തന്നെ വന്നത്. KSRTC വന്നു, ഇവിടെ ഇരുന്ന് പെട്ടു. ഇവിടുന്ന് പോകാൻ പറ്റാണ്ടായിട്ട് നിങ്ങളുടെ സർവീസ് ഉണ്ടായിരുന്നു അല്ലേ? സർവീസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്? ഇനി നാട്ടിലേക്ക് പോകേണ്ടത്. പല്ലശ്ശന പറയും. പല്ലശ്ശന പറയും. വണ്ടിയൊന്നുമില്ല? ഇല്ല. രാവിലെ രാവിലെ അതെ, ബുദ്ധിമുട്ടാണ്.
എവിടെ പോകണം? தமிழ்நாட்டிலேருந்து ഇവിടെ പണിക്ക് வந்து ഇവിടെ பந்தாயி குழப்பில்லாமல் உட்காந்துருக்கு. തമിഴ്നാട്ടിൽ എന്താ അവസ്ഥ? തമിഴ്നാട്ടിലെ അവിടെ പണി കളിഞ്ച് കട്ടട പണിയെ പണിயாக இருந்தாலும் ഈ സ്ട്രൈക്ക് ഒന്നും ഇല്ല. അവിടെ സ്ട്രൈക്ക് தான், അവിടെ സ്ട്രൈക്ക് தான், തമിഴ്നാട്ടിലൊക്കെ സ്ട്രൈക്ക് தான். ഏതായാലും ഒരുപാട് യാത്രക്കാരിങ്ങനെ ഈ സ്റ്റാൻഡിലേക്ക് എത്തി. ഇങ്ങനെ ബസ് KSRTC ബസ് സ്വാഭാവികമായിട്ട് സർവീസ് നടത്തുമെന്നുള്ളതായിരുന്നു ഇവരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ KSRTC ഇല്ലാതായതോടുകൂടെ തന്നെ വലിയ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. എവിടേക്ക് പോകാൻ? ഈ വണ്ടിത്താളത്തേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ വൈഫ് ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരാൻ വഴിയില്ല. ഇപ്പോൾ അതുവരെ ഞാൻ കുളപ്പുള്ളിയിലാണ് ജോലി ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബസ് ഉണ്ടാകും പറഞ്ഞിട്ടായിരുന്നു ഇന്നലത്തെ ബസ് സ്ഥാനവും KSRTC ഓടുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രിയാണ് അറിയുന്നത് KSRTC ഓടില്ലാന്ന്. അവസാനം രാവിലെ എണീച്ചിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകാനാ? വടക്കഞ്ചേരി KSRTC ഉണ്ടാകുമെന്ന് വിചാരിച്ചു വന്നോ? ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ ഓരോ കൂടുന്ന ഒരു KSRTC കിട്ടി. ആദ്യം ഇവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് പിന്നെ വണ്ടിയില്ല. 6:30 എത്തിയത് അവിടെ. പിന്നെ ഇവിടുന്ന് വണ്ടി കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്ത അവസ്ഥയാണ്. അതാണ്, വേറെ വഴിയില്ല. എന്ത് ചെയ്യണം? നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ 1200 രൂപ വേണം വടക്കഞ്ചേരി എത്തണമെങ്കിൽ. അതിനുള്ള വഴിയില്ല. അപ്പോൾ നോക്കാം എപ്പോഴാണ് വണ്ടി ഓടണം. 1200 രൂപ കൊടുക്കണം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെങ്കിൽ. അത്രയും പൈസ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ്. എവിടേക്ക് പോകണം? കോയമ്പത്തൂർ. ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ബുക്ക് ചെയ്ത ബസ് വന്നില്ല. അപ്പോൾ ഇവിടുന്ന് തമിഴ്നാട് ബസ്സെങ്കിലും ഉണ്ടാകും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ട്. അതിലൊരു ബസ് അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ ഇന്ന് കാലത്ത് ജോലിക്ക് കയറേണ്ടതാണ്. ബുദ്ധിമുട്ടായി. ഈ ബസ്സിന് ബുക്ക് ചെയ്ത പൈസ കൊടുത്തതാണ്. അതിപ്പോൾ ബസ് പുറപ്പെടുമ്പോൾ മെസ്സേജ് വരുന്നതാണ്. അതൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പൈസ റീഫണ്ടും ആയിട്ടില്ല. റീഫണ്ട് ആവണമെന്നല്ല, അതിൻ്റെ ഇൻഫോർമേഷനൊന്നും മുമ്പ് നമുക്ക് മെസ്സേജ് വരിക അലേർട്ട് വരിക അങ്ങനെ ഒന്നും അറിയിച്ചിട്ടുമില്ല. അപ്പോൾ ഡിപ്പോയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. KSRTC ആപ്പിലൂടെ ബുക്ക് ചെയ്താൽ? KSRTC ആപ്പിലൂടെ ബുക്ക് ചെയ്തത്. റീഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് റീഫണ്ടിനേക്കാളും മുമ്പായിട്ട് ബസ് ഇല്ലയെന്ന് മുമ്പ് അറിയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പ്രതീക്ഷിച്ചല്ലേ വന്നത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്. കോയമ്പത്തൂർ ബസ് വരുമോ എന്ന് അറിയില്ല. കോയമ്പത്തൂരാണ് ജോലി? കോയമ്പത്തൂർ ജോലി. ഇന്ന് ജോലിക്ക് കയറേണ്ടതാ. മെമ്മോ വല്ലതും നോക്കിയിട്ടുണ്ടാവും? ബസ് ഇല്ലാന്ന് പറഞ്ഞാൽ മെമ്മോ വല്ലതും നോക്കിയിട്ടുണ്ടാവും? അതെ, തീർച്ചയായിട്ടും. ചേട്ടൻ എങ്ങോട്ട് പോകണം? ഇപ്പോൾ പറഞ്ഞോ, കോയമ്പത്തൂർ പോവാ. ബസ് ബുക്ക് ചെയ്താണ്? ബസ് ബുക്ക് ചെയ്തതല്ല, ഞാൻ ഒരു ആവശ്യത്തിന് അത്യാവശ്യം പോവാണ് കോയമ്പത്തൂരെ. കുറച്ച് നേരമായി വന്നിട്ട് ഒരു ബസ്സും കിട്ടാൻ വഴിയില്ല. അതുതന്നെയാണ്. ഏതായാലും ഒരുപാട് യാത്രക്കാരാണ് ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നത്. എവിടേക്ക് പോകണം? സാറ് പറളി ഒറ്റപ്പാലം പറളി. ബസ്സിന് ഉണ്ടാവും വേണ്ടി പ്രതീക്ഷിച്ച് വന്നാണ്. അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് അറിയുന്നു. അതാണ്. ഏതായാലും ഈ KSRTC ബസ് ഉണ്ടാവും എന്നുള്ളതായിരുന്നു യാത്രക്കാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് KSRTC ഒന്നും ഇതുവരെ സർവീസ് നടത്തിയില്ല എന്ന് മാത്രമല്ല, പലരും KSRTCയുടെ ആപ്പിലൂടെയൊക്കെ ബുക്ക് ചെയ്തിട്ട് അവസാനം സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴാണ് ബസ്സില്ല എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൽ ഉൾപ്പെടെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഈ KSRTC ഇല്ല, ബസ് സർവീസ് നടത്തില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ KSRTCയുടെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ മറ്റ് മാർഗ്ഗങ്ങൾ തേടുമായിരുന്നു. കാരണം പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്കൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ അവിടെ റെയിൽവേ കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പണിമുടക്കൊന്നും റെയിൽവേ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട്. ഈ മെമു ആണെങ്കിലും അതല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്കുള്ള പ്രധാന ട്രെയിനുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനുകളിൽ കയറിയെങ്കിലും തങ്ങൾ ജോലി സ്ഥലത്തെത്തുമായിരുന്നു. പക്ഷേ ഈ ടിക്കറ്റ് കൃത്യമായി KSRTC ആപ്പിലൂടെ പ്രധാന സ്ഥലങ്ങളിലേക്ക് ഈ യാത്രക്കാരെ, ഏറെ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരെ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള വാഹനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്ന് തന്നെയാണോ? പ്രത്യേകിച്ച് ആശുപത്രികളിലേക്ക് എല്ലാം എത്താനായി അവിടെ എത്തിയിട്ടുള്ള യാത്രക്കാരെ? തീർച്ചയായിട്ടും ദേവിക, അങ്ങനെ ഒരു തരത്തിലുള്ള യാത്രക്കാർക്ക് ഉതകുന്ന ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഒരു സർവീസും ഈ സ്റ്റാൻഡിൽ നിന്നും നടത്തുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ബസ്സുകളൊന്നും തന്നെ ഇതുവരെയും സർവീസ് നടത്തിയിട്ടില്ല. യാതൊരു തരത്തിലും ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഈ ആശുപത്രി കേസിനോ മറ്റോ വന്ന ആളുകൾ അല്ലെങ്കിൽ അത്യാവശ്യം പോവേണ്ട ആളുകൾക്കൊക്കെ മറ്റൊരു ഉപാധി നൽകുകയോ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ KSRTCയുടെ ആപ്പാണ്. സ്വാഭാവികമായിട്ടും KSRTCയുടെ ആപ്പിലൂടെ ബുക്ക് ചെയ്തു വന്ന ആളുകളാണ്. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ അത്തരം യാത്രക്കാർക്ക് സൗകര്യമൊരുക്കേണ്ടതിൻ്റെ
ന്യായമായ ചുമതല അവിടെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്താൻ പോലും സർവീസ് അവിടെ ഉണ്ടാകുന്നില്ല. മാത്രമല്ല മറ്റു വാഹന സൗകര്യങ്ങൾ പോലും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൃശ്ശൂരിൽ നിന്ന് സനു കെ സജീവ് ചേരുകയാണ്. സനു, തൃശ്ശൂരിലെ അവസ്ഥ എന്താണ്? ഏതാണ്ട് സമരം തുടങ്ങി 8.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നിലവിൽ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. നിലവിൽ സർവീസുകളൊക്കെ ഇവിടെ രാവിലെ ആദ്യഘട്ടത്തിൽ സമരാനുകൂലികൾ ചില ബസ്സുകളൊക്കെ തടഞ്ഞിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള KSRTC സ്വിഫ്റ്റ് ബസ്സാണ് ആദ്യം തടഞ്ഞത്. എന്തായാലും അതിനുശേഷം നിലവിലിപ്പം വാഹനങ്ങളൊക്കെ KSRTCയുടെ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, പാല, പൊള്ളാച്ചി അടക്കം സുൽത്താൻ ബത്തേരി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ദീർഘദൂര ബസ്സുകളൊക്കെ നിലവിൽ സുഗമമായിട്ട് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. എന്തായാലും ഈ തൃശ്ശൂർ ജില്ലയ്ക്കുള്ളിലുള്ള സർവീസുകളാണ് നിലവിൽ പൂർണ്ണമായിട്ട് മുടങ്ങിക്കിടക്കുന്നത്. സർവീസ് നടത്താൻ വേണ്ടി ഡ്രൈവർമാരടക്കം തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ടെങ്കിലും KSRTC ഡിപ്പോയിൽ എത്തിയിട്ടുണ്ടെങ്കിലും കണ്ടക്ടർമാരുടെ അഭാവമാണ് ഇപ്പോൾ ഇവിടെ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ഡ്രൈവർമാരൊക്കെ സർവീസ് നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 10-15ഓളം ആളുകൾ നിലവിൽ ഇവിടെ ഉണ്ട്. അതായത് സർവീസ് നടത്താൻ വേണ്ടി അവർ താല്പര്യപ്പെട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ആവശ്യത്തിനുള്ള കണ്ടക്ടർമാരില്ലാത്തതിനാൽ ബസ് സർവീസ് നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്കിപ്പം ഈ ദൃശ്യങ്ങളിൽ തന്നെ കോയമ്പത്തൂരിലേക്കുള്ളൊരു ബസ്സാണ് ഇവിടെ യാത്ര പുറപ്പെടാൻ വേണ്ടി വന്ന് കിടക്കുന്നത്. ഗാന്ധിപുരം കോയമ്പത്തൂർ ബസ് കിടപ്പുണ്ട്. അതിന് തൊട്ട് സമീപത്ത് തന്നെ പാലയ്ക്കുള്ള ബസ്സും ഉണ്ടായിരുന്നു. അല്പം മുമ്പ് രാവിലെ തടഞ്ഞ തിരുവനന്തപുരത്തേക്കുള്ള KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സും സർവീസ് പുനരാരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ സമരാനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പിന്നീട് ആ സർവീസ് സുഗമമായി നടത്തിയിരുന്നു. സുൽത്താൻ ബത്തേരിക്കുള്ള ബസ്സും യാത്ര പുറപ്പെടാൻ വേണ്ടി ഇവിടെ തയ്യാറായി കിടക്കുകയാണ്. എന്തായാലും യാത്രക്കാർ, അതായത് ബസ് കാത്ത് നിരവധി ആൾക്കാർ ബസ് സ്റ്റാൻഡിലുണ്ട്. ഒപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ, ഈ യാത്രക്കാരോട് തന്നെ ചോദിക്കാം എവിടേക്ക് പോകാനുള്ളതാണെന്നൊക്കെ അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എവിടേക്ക് പോകാനായിട്ടാണ്, എവിടേക്കാണ് യാത്ര പോകാൻ വന്നിരിക്കുന്നത്? ആലപ്പുഴ. നേരത്തെ അറിഞ്ഞില്ലേ? അറിയായിരുന്നു, കിട്ടുവാണെങ്കിൽ പോകുന്നു വിചാരിച്ചിട്ട് വന്നാണ്. എത്ര നേരം ഇവിടെ വന്നിട്ട്? 7:30 പോന്നു. ആലപ്പുഴക്കുള്ള ബസ് വന്നില്ല. എവിടേക്ക് യാത്ര? നേരത്തെ അറിഞ്ഞു, പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം വന്ന വളരെ പെട്ടെന്ന് പോകേണ്ടി വന്നു. എന്തായാലും ഇവിടെ ചില KSRTC ജീവനക്കാരും ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. നമ്മൾ സർവീസ് നടത്താൻ തയ്യാറായി വന്നതാണ്? സ്റ്റേ വന്നതാ. ഏത് ഡിപ്പോയില്? ബത്തേരി. സർവീസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല. എന്തായാലും തടസ്സങ്ങളൊന്നുമില്ല. സർവീസിന് തയ്യാറായിട്ട് KSRTC ജീവനക്കാരും ഒരു വിഭാഗം ജീവനക്കാരുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴയിലേക്ക് അടക്കം ദീർഘദൂര സർവീസുകളെ അടക്കം ആശ്രയിച്ചാൽ അവിടേക്കൊക്കെ യാത്ര പോകാൻ വേണ്ടി വന്നിരിക്കുന്ന സാധാരണക്കാരും KSRTC തൃശ്ശൂർ ഡിപ്പോയിൽ ഇപ്പോൾ ഉണ്ട്. എന്തായാലും രാവിലെയാണ് ചെറിയ തടസ്സങ്ങളൊക്കെ ഈ സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി തയ്യാറായിട്ടുള്ള തിരുവനന്തപുരം മുതലുള്ള സ്ഥലങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ജനജീവിതം ദുസ്സഹമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗം നോക്കി വരാം പ്രധാന തലക്കെട്ടുകൾ. കേരളം ഒഴികെ ഒരിടവും അറിയാതെ അഖിലേന്ത്യാ പണിമുടക്ക്. സംസ്ഥാനത്ത് ജനം പെരുവഴിയിൽ. KSRTCയുടെ ആശുപത്രി സർവീസുകൾ വരെ തടഞ്ഞ് സമരാഭാസം. ജനങ്ങളെ കബളിപ്പിക്കില്ല എന്ന BMS. പ്രേരിതമാണ്. എല്ലാം തരുന്നതിനെ കുറ്റക്കാരനാക്കുകയും ഒന്നും തരാത്തതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അത് തരംതാണ ഒരു പ്രവൃത്തിയാണ്. മലയാളിയെ അപമാനിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രാജ്യം എന്ന് പറഞ്ഞാൽ ഇടത് യൂണിയനുകളെ വെട്ടിലാക്കി സർക്കാരിന്റെ ഡയസ് നോൺ. സസ്പെൻഷനിലായ കേരള രജിസ്ട്രാർക്ക് VCയുടെ വിലക്ക്. സർവകലാശാല ആസ്ഥാനത്ത് കയറരുതെന്ന നോട്ടീസ്. SFI അഴിഞ്ഞാട്ടത്തിൽ DGPക്ക് പരാതി നൽകി ഡോക്ടർ സിസ തോമസ്. VCയുടെ റിപ്പോർട്ടിൽ ചാൻസലറുടെ നടപടി ഇന്നുണ്ടായേക്കും. നിപ ആശങ്ക നടുവിൽ കേരളം. രോഗികൾ വർദ്ധിക്കുമ്പോഴും ഉറവിടം കണ്ടെത്താനായില്ല. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വൻ പാളിച്ച. ആരോഗ്യ കേരളം അപകടാവസ്ഥയിൽ. തൃശൂർ ESI നെഞ്ചുരോഗ ആശുപത്രി കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. മുകൾ ഭാഗം അടർന്ന നിലയിൽ. കോട്ടയം അപകടത്തിൽ വീണ്ടും ന്യായീകരണവുമായി മന്ത്രി VN വാസവൻ. ബിന്ദുവിന്റേത് ഉടനടി മരണമാണെന്ന വിചിത്രവാദം. मरना ये सब विद्यार्थी परिषद ने सिखाया था।
ABVPക്ക് പിറന്നാൾ മധുരം. ചരിത്രത്തിനൊപ്പം നടന്ന ദേശീയ പ്രസ്ഥാനം 76ന്റെ നിറവിൽ. സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട്. കേരളത്തിൽ ജലോത്സവം തുടങ്ങുന്നു. ചമ്പക്കുളം മൂലം വള്ളം കളി ഇന്ന്. ആവേശപ്പോരിന് 5 ചുണ്ടൻ വള്ളങ്ങൾ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. നിർമ്മാണ കമ്പനിയുടെ ഹർജി പരിഗണിക്കും. പ്രതീക്ഷയോടെ സിനിമ അണിയറ പ്രവർത്തകർ. ചെൽസി ക്ലബ്ബ് ലോകകപ്പ്. കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും രജിസ്ട്രാർക്കുമെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നടപടി ഇന്നുണ്ടായേക്കും. താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് സർവകലാശാലയിലെ വിവാദ സംഭവങ്ങളിൽ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിന്മേലാണ് നടപടി സ്വീകരിക്കുക. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ, ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ എന്നിവർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. നിയമപരമല്ലാതെ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തിലും ചാൻസലറായ ഗവർണർ നടപടി സ്വീകരിച്ചേക്കും. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ഗവർണറുടെ നടപടി ഇന്നുണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? ദേവിക, ഈ സർവകലാശാല വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്ന കാര്യങ്ങളിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് വൈസ് ചാൻസലർ അടക്കമുള്ളവർ നടപടി സ്വീകരിക്കുകയും ആ നടപടിയെ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറും അസിസ്റ്റന്റ് രജിസ്ട്രാറും ഒന്നും അംഗീകരിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിൽ കൈയിറങ്ങുന്നതും അവിടുത്തെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ തുടർച്ചയായി ഈ പരാതികളും റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്, വൈസ് ചാൻസലറുടെയും ഒക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നടപടിക്കൊരുങ്ങുന്നത്. ഈ അതിക്രമങ്ങൾ സംബന്ധിച്ച് അതിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് പോലീസിനോടും ഗവർണർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ രജിസ്ട്രാർ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം തന്നെ VCയുടെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരുന്നത്. അതായത് സസ്പെൻഷനായിട്ടുള്ള രജിസ്ട്രാർ KS അനിൽകുമാർ SFIയുടെയൊക്കെ സഹായത്തോടെ അല്ലെങ്കിൽ SFI ചെയ്യുന്ന രീതിയിൽ അനുവദിക്കുന്ന രീതിയിൽ അവിടെ കയറി ഫയലുകൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ അനിൽകുമാർ നേരത്തെ തൻ്റെ പഴയ യൂസർ IDയും പാസ്വേഡും ഒക്കെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി തിരിച്ചെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിവരം എന്നുള്ളത്. തുടർന്ന് അയാൾ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് VC ഇടപെടുകയും ഇനി രജിസ്ട്രാർ വഴി ഒരു ഫയലും എനിക്ക് അയക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. അത് ജോയിന്റ് രജിസ്ട്രാർമാർക്കാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു പഞ്ചാബ് സർവകലാശാല എന്നുള്ളൊരു വിദ്യാർത്ഥിനിയുടെ അടിയന്തര സ്വഭാവമുള്ളൊരു ഫയൽ രജിസ്ട്രാർ വഴി വന്നത് VC തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. ജോയിന്റ് രജിസ്ട്രാർമാരോട് ഫയലുകൾ നേരിട്ട് അയക്കാൻ നിർദ്ദേശം നൽകി. അതിനുശേഷം ആ ഫയലിൽ VC നേരിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫയലും രജിസ്ട്രാർ വഴി വന്നാൽ താനത് അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് VCയും എടുക്കുകയാണ്. അങ്ങനെ കൂടുതൽ കടുപ്പിച്ച കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ മിനി കാപ്പിന് VC നേരിട്ട് ചുമതല നൽകിയെങ്കിലും അവർക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് KS അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസിലെത്തുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരവ് മിനി കാപ്പിനെ രജിസ്ട്രാറെ നിയമിച്ചിട്ടുള്ള ഉത്തരവ് സർവകലാശാലയിലെ ഭരണവിഭാഗം തയ്യാറാക്കി നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തയ്യാറാക്കി നൽകാത്തൊരു സാഹചര്യത്തിലുമാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും SFIയുടെ ഈ അതിക്രമങ്ങൾക്കെതിരെ സിൻഡിക്കേറ്റിൻ്റെ അമിതാധികാര പ്രയോഗത്തിനെതിരെ മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യം കൂടി ഇതിനിടയിലുണ്ട്. ഈ SFI അംഗീകരിക്കാത്ത ആരെയും യൂണിവേഴ്സിറ്റിയിൽ VCയും രജിസ്ട്രാറുമായി ഒന്നും ഇരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കമുള്ള ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ നിലപാടുകളുമായി ഒന്ന് VC, രണ്ട് ഇടത് സിൻഡിക്കേറ്റിനെതിരെ നിൽക്കുന്ന മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഗവർണറും കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ദേവിക. ശരി പ്രജിത്ത്, തുടരുക. കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും രജിസ്ട്രാർക്കുമെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നടപടി ഇന്ന് ഉണ്ടായേക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറുന്നത് വിലക്കിക്കൊണ്ട് VC സിസ തോമസിന്റെ നോട്ടീസ്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് VC കത്ത് നൽകിയത്. അതേസമയം സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം നടന്ന SFI പ്രതിഷേധത്തിൽ അക്രമങ്ങൾക്കെതിരെ VC DGPക്ക് പരാതി നൽകി. ജലപ്രയോഗത്തിലൂടെ ഓഫീസ് ഉപരോധിച്ചതിലും ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിലുമാണ് പരാതി. പ്രജിത്ത് തുടരുന്നുണ്ട്. പ്രജിത്ത്, ഈ VCയുടെ പരാതിയിലെ ഉള്ളടക്കം എന്താണ്? വളരെ പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങളും കൂടി. ദേവിക, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ?
സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറുന്നത് വിലക്കിക്കൊണ്ട് VC സിസ തോമസിന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് VC കത്ത് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും കൂടി പ്രജിത്ത്. ദേവിക, കഴിഞ്ഞ ദിവസം തന്നെ രജിസ്ട്രാർ ഈ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു VC. അതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ തൻ്റെ ഓഫീസിൽ കടന്നു കയറുകയും അവിടെ അനധികൃതമായി ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നുള്ളതാണ് VC ഇപ്പോൾ KS അനിൽകുമാറിന് നൽകിയിരിക്കുന്ന നോട്ടീസ്. അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പം വെക്കുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിലൊക്കെ ഹൈക്കോടതി കൂടുതൽ ഹയർ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാമെന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയതാണ്. അതിനുശേഷവും വീണ്ടും ഈ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിന് നിയമ സാധുതയില്ല എന്നുള്ളൊരു നിലപാടും VC സ്വീകരിച്ചിരുന്നു KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട്. കാരണം VC പിരിച്ചുവിട്ട യോഗത്തിന് ശേഷമാണ് അത്തരത്തിൽ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുന്ന ഒരു തീരുമാനമെന്ന് സിൻഡിക്കേറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ അതിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് VCയുടെ നിലപാട്. അങ്ങനെ നിലവിൽ സസ്പെൻഷനിൽ തന്നെ തുടരുന്ന KS അനിൽകുമാർ നിലവിൽ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുള്ള ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ ഇങ്ങനെ സർവകലാശാലയിൽ വരുന്നത് അതിൻ്റെ അച്ചടക്ക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള എല്ലാ ചട്ടങ്ങളുടെയും ലംഘനമാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് VC ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഓഫീസിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് വൈസ് ചാൻസലറുടെ ഓഫീസ് വരെ SFIയുടെ അതിക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിലെല്ലാം കൂടി കാട്ടിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കുറ്റക്കാരായ ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും VC മുന്നോട്ട് വെക്കുന്നുണ്ട്. ദേവിക. പ്രജിത്തോടൊപ്പം തന്നെ ഓഫീസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതിലും പരാതി നൽകിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിലും ഈ പറയുന്ന രീതിയിൽ സംഘർഷമുണ്ടാക്കുകയും ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും വൈസ് ചാൻസലർ എന്ന നിലയിൽ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഏത് രീതിയിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ SFIയുടെ അതിക്രമങ്ങൾക്കൊക്കെ പോലീസും സംസ്ഥാന ഭരണകൂടം ഒക്കെ ഒത്താശ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. പോലീസ് ഒരു തരത്തിലും ഈ സംഘർഷം നിയന്ത്രിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയോ ആ രീതിയിൽ പ്രവർത്തകരെ അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിടാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. പിന്നീട് SFI പ്രവർത്തകർ കൂടുതൽ ഈ പറയുന്ന സർവകലാശാലയിലെ എല്ലാ ഓഫീസുകളിലേക്കും ഈവൻ വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് വരെ കടന്നു കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോലീസ് SFI പ്രവർത്തകർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം CPM സംസ്ഥാന സെക്രട്ടറി അടക്കം എത്തി ഇത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്ര വലിയ രാഷ്ട്രീയ പിന്തുണയും രാഷ്ട്രീയമായിട്ടുള്ള കവചവും ഒക്കെ ഒരുക്കി CPM നിൽക്കുമ്പോൾ പോലീസ് ഏത് രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ്. ദേവിക. ശരി പ്രജിത്ത്. തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ESI നെഞ്ചുരോഗ ആശുപത്രിയുടെ കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. കെട്ടിടത്തിന്റെ മുകൾ ഭാഗം അടർന്ന നിലയിലാണ്. കോൺക്രീറ്റ് ഭാഗം അടർന്ന് കമ്പി തെളിഞ്ഞു കാണാം. കാലപ്പഴക്കം ചെന്ന കെട്ടിടം, വിള്ളൽ വീണ ഭിത്തികൾ, കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പി തെളിഞ്ഞ് മേൽക്കൂര. ആശങ്കയുടെ കീഴെ തലചായ്ക്കുന്ന രോഗികൾ ഊരി കയ്യിൽ പിടിച്ചാണ് ഇവിടെ കഴിച്ചുകൂട്ടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ESI നെഞ്ചുരോഗ ആശുപത്രിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. മേൽക്കൂരയുടെ സ്ലാബുകളിൽ പലയിടത്തും ചോർച്ച അനുഭവപ്പെടുന്നുണ്ട്. കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീഴുന്നത് ഇവിടെ പതിവ് സംഭവം. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ പകുതി ഭാഗം തകര ഷീറ്റ് മേഞ്ഞാണ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന് 60 വർഷത്തെ പഴക്കവുമുണ്ട്. ചെസ്റ്റ് ഹോസ്പിറ്റലിൽ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ജീർണാവസ്ഥയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് അവിടെ ബന്ധപ്പെട്ടവരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ പല മേഖലകളിലും മരങ്ങൾ വീഴാവുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് വലിയ മരക്കൊമ്പുകൾ നിൽക്കുന്നുണ്ട്. അതും അടിയന്തരമായി മുറിച്ചു മാറ്റണം. അല്ലാത്ത പക്ഷം അവിടെ രോഗികളും കൂട്ടിയിരിപ്പുകാരും ഒക്കെ അതിനെ ആ വഴിയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും ഈ മരങ്ങളുടെ ചില്ലയോ മരമോ വീണാൽ. നെഞ്ചുരോഗത്തിനും ആയുർവേദ വിഭാഗത്തിനും കിടത്തി ചികിത്സയ്ക്കും ഡയാലിസിസ് സൗകര്യമുള്ള സംസ്ഥാനത്തെ ഏക ESI ആശുപത്രിയാണിത്. ആശുപത്രിക്ക് 24 ഏക്കർ സ്ഥലം സ്വന്തമായുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് എല്ലാ വർഷവും അധികൃതർ പ്രപ്പോസൽ സമർപ്പിക്കാറുണ്ട്. എന്നാൽ ESI കോർപ്പറേഷനിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുന്നില്ല. സംസ്ഥാന തൊഴിൽ വകുപ്പിനാണ് ആശുപത്രിയുടെ നിയന്ത്രണ ചുമതല. ജനം, തൃശൂർ.
സംസ്ഥാനത്ത് നിപ്പ രോഗികൾ വർദ്ധിക്കുമ്പോഴും ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യവകുപ്പിന് വലിയ തിരിച്ചടിയാകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് ആരോഗ്യവകുപ്പ്. ഒരു വർഷത്തിനിടെ മാത്രം കേരളത്തിൽ 5 പേരുടെ ജീവനാണ് നിപ്പ വൈറസ് ബാധ മൂലം നഷ്ടമായത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിപ്പ വൈറസ് ബാധ ആശങ്കയായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. എന്നാൽ ഇപ്പോഴും വൈറസിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയാണ് ആരോഗ്യവകുപ്പ്. ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാകൂ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം സംസ്ഥാനത്ത് നിപ്പ വൈറസ് ബാധിച്ച് 5 പേർ മരിച്ചു. വൈറസ് ബാധ മലബാർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചിരുന്നു. സെപ്റ്റംബറിൽ നടുവത്ത് 24 വയസ്സുകാരനും മരണപ്പെട്ടു. ഇക്കഴിഞ്ഞ 1-ാം തീയതി മലപ്പുറം ജില്ലയിലെ തന്നെ മക്കരപ്പറമ്പിൽ 18 വയസ്സുകാരി മരിച്ചതും നിപ്പ വൈറസ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനി ഇപ്പോഴും നിപ്പ വൈറസ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ചികിത്സയിലാണ്. 2 മാസം മുൻപ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിക്കും നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. ഇവരുടെ പരിശോധനാ ഫലം പിന്നീട് നെഗറ്റീവായെങ്കിലും ആരോഗ്യസ്ഥിതി സാധാരണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇടയ്ക്കിടെ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉറവിടം കണ്ടെത്താനാകാത്തത് വലിയ വെല്ലുവിളിയാണ്. ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ വൈറസിനെ പൂർണ്ണമായും തുരത്താൻ കഴിയൂ. നിപ്പയെക്കുറിച്ച് പഠിക്കാൻ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഉറവിടം മാത്രം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം പലവകുളങ്ങര മഹാദേവ ക്ഷേത്രോത്സവത്തിന് തുടക്കം. ക്ഷേത്ര പുനരുദ്ധാരണം ചടങ്ങുകൾക്കും കുംഭാഭിഷേകത്തിനും ശേഷമാണ് ഇന്നലെ കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി നിർവഹിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച് ജനം TV മാനേജിംഗ് ഡയറക്ടർ S രാജശേഖരൻ നായർ അടക്കം നിരവധി പ്രമുഖരും 100 കണക്കിന് ഭക്തരും ചടങ്ങുകളുടെ ഭാഗമായി. തിരുവനന്തപുരം കന്യാകുളങ്ങര പലവകുളങ്ങര മഹാദേവൻ ക്ഷേത്രം തൃക്കൊടിയേറ്റ് മഹോത്സവത്തിനാണ് ആഘോഷപരമായ തുടക്കം കുറിച്ചത്. ക്ഷേത്ര പുനരുദ്ധാരണ ചടങ്ങുകൾക്കും കുംഭാഭിഷേകത്തിനും ശേഷമാണ് ഇന്നലെ കൊടിയേറ്റ് മഹോത്സവം ആരംഭിച്ചത്. മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഹിസ് ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി നിർവഹിച്ചു. ക്ഷേത്രത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹിസ് ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. പണ്ട് അമ്മൂമ്മമാർ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ക്ഷേത്രത്തിലുള്ള മാതൃസമിതി അല്ലെങ്കിൽ നമുക്ക് ഓരോ സപ്താഹം നവാഹം ഇങ്ങനത്തെ പുണ്യകർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരം എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആ സംസ്കാരമാണ് നമ്മുടെ അടിത്തറ. എവിടെ പോയാലും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് രക്ഷയും നന്മയും ഉണ്ടാകും. സാംസ്കാരിക സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ജനം TV മാനേജിംഗ് ഡയറക്ടർ S രാജശേഖരൻ നായരും ചടങ്ങുകളുടെ ഭാഗമായി. ഇവിടെ ആവേശപരമായിട്ട് ഇവിടുത്തെ പൂജാരിമാരാണ് ഈ ക്ഷേത്രത്തിന് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം സമീപിച്ചതും ആ ഉള്ളിൽ അവരുടെ എല്ലാം വലിയ ആഗ്രഹം. അതിനുശേഷമൊക്കെ മാറി അന്നത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മാറി, അതിനുശേഷം വേറെ പ്രസിഡന്റ് വന്നു. അവരുടെ കാഴ്ചപ്പാട് മാറി. അവർ ഇവിടുത്തെ കരയോഗത്തിൻ്റെ ആൾക്കാരെ കൂട്ടി തന്നെ ഇത് പുനരുദ്ധാരണത്തിലേക്ക് തയ്യാറായി. അങ്ങനെ ജയചന്ദ്രൻ എന്ന വ്യക്തി ഇതിൻ്റെ മുൻപിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രം ഉടനെ കംപ്ലീറ്റ് ആവും. അതൊരു വിശ്വാസം. ഇന്നും കാലുവയ്യാതെ കാലം കെട്ടി ഇവിടെ വന്നിരിക്കുന്ന ആ മഹാൻ വ്യക്തി മുന്നിൽ നിന്ന് ഈ കരയോഗക്കാരും ഈ നാട്ടുകാരും ഒന്നിച്ച് ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചു എന്നതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണത്തിനും മഹോത്സവത്തിന്റെ ആഘോഷ പരിപാടികളിലും പങ്കെടുത്തവർക്ക് ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും നന്ദി അറിയിച്ചു. പലവക്കുളങ്ങര എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. വളരെ നാളായി ജീർണാവസ്ഥയിലായ ഈ ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി ഏറ്റെടുത്ത് നല്ല രീതിയിൽ പുനരുദ്ധാരണം നടത്തി, കുംഭാഭിഷേകവും നടത്തി, നല്ല രീതിയിൽ കൊടിയേറ്റോടുകൂടി 6 ദിവസത്തെ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ 6 ദിവസം പരിഹാരക്രിയകളും 6 ദിവസം ഉത്സവവും അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നാട്ടിന് വേണ്ടി ചെയ്ത
നല്ലൊരു കാര്യമായി ഞങ്ങൾ കരുതുന്നു. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഇതിനോടൊപ്പം നന്ദി അറിയിച്ചുകൊള്ളുന്നു. 6-ാം ദിവസമായ ജൂലൈ 10-ാം തീയതി മഹാഗണപതി ഹോമത്തോടും ശ്രീഭൂതബലിയോടും കൂടിയാണ് ഉത്സവത്തിന്റെ പര്യവസാനം. ജനം, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള കടുത്ത നീക്കവുമായി സമസ്ത രംഗത്ത് വന്നതോടെ സർക്കാർ പ്രതിസന്ധിയിലായി. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ സമസ്തയ്ക്കൊപ്പം ചേർന്ന് പ്രതിഷേധം കടുപ്പിച്ചാൽ സർക്കാർ നിലപാട് തിരുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിലടക്കം സർക്കാർ സമസ്തയ്ക്കൊപ്പം നിന്നെങ്കിലും സ്കൂൾ സമയമാറ്റത്തിലെ ഇനിയുള്ള സർക്കാർ നിലപാട് ഏറെ നിർണായകമാണ്. സംസ്ഥാനത്തെ പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം നിലവിൽ വന്നതോടെയാണ് സർക്കാരിൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കവുമായി സമസ്ത രംഗത്ത് വന്നത്. നേരത്തെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടക്കമുള്ള വിഷയത്തിൽ സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയിരുന്നു. സ്കൂൾ സമയമാറ്റം മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നും മതപഠനത്തിന്റെ സമയം കുറയുമെന്നുമാണ് സമസ്തയുടെ ആശങ്ക. ഈ ആശങ്ക ചൂണ്ടിക്കാട്ടി സംഘടന സർക്കാരിന് കത്തയച്ചിരുന്നെങ്കിലും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് അവസാന അടവായ പ്രത്യക്ഷ സമരമുറ മുന്നോട്ട് വെച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സമസ്ത ശ്രമിക്കുന്നത്. ഈ സിസ്റ്റം തെറ്റുമ്പോൾ അത് പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്ന ഇവിടെ നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തിൽ യാതൊരുവിധ കോട്ടവും വരുത്താതെ എന്നാൽ സ്കൂളിന് ആവശ്യമായ സമയം കിട്ടാവുന്നത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അത് ചർച്ചയ്ക്ക് ഇരുന്ന് പരിഹരിക്കാവുന്ന എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആദ്യം ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു പ്രത്യക്ഷ സമരം ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. മുൻപ് സ്കൂൾ സമയം രാവിലെ നേരത്തെയാക്കിയതടക്കം പല നിർണായക തീരുമാനങ്ങളിൽ നിന്നും സമസ്തയുടെ എതിർപ്പ് പരിഗണിച്ച് സർക്കാർ പിന്നോട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നാൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഏറെ നിർണായകമാണ്. സമയമാറ്റത്തിൽ ലീഗ് അടക്കമുള്ള സംഘടനകൾ കൂടി രംഗത്തെത്തിയാൽ സർക്കാരിനത് കൂടുതൽ തലവേദന സൃഷ്ടിക്കും. ലീഗിനെയും മറ്റു മതസംഘടനകളെയും കൂടി ഒപ്പം നിർത്തി സമരം ശക്തമാക്കാനാണ് സമസ്തയുടെ തീരുമാനം. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. ജനം, കോഴിക്കോട്. വാടക ഫ്ളാറ്റ് തട്ടിപ്പിൽ ഇരകളായത് 300-ലധികം കുടുംബങ്ങളാണ്. ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് സ്വന്തമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പടയത്തിന് നൽകിയാണ് തട്ടിപ്പുകൾ നടന്നത്. കൊച്ചി, കാക്കനാട് അടക്കം നടന്ന തട്ടിപ്പിൽ 12 പേരുടെ പരാതിയിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസുണ്ട്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരയായ കാക്കനാട് സ്വദേശിനി ആശ ഒളിവിലാണ്. കേസിൽ തൃക്കാക്കര വാഴക്കാല സ്വദേശി മിന്റു കെ മണിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഫ്ളാറ്റുകൾ പണയത്തിനെന്ന് OLXൽ പരസ്യം നൽകിയാണ് പലരെയും തട്ടിപ്പിന് ഇരകളാക്കിയിരുന്നത്. 6.5 ലക്ഷം രൂപ നഷ്ടമായ തിരുവനന്തപുരം സ്വദേശിയടക്കം 12 പേർ വിവിധ സ്റ്റേഷനുകളിൽ പരാതികൾ നൽകിയിട്ടുണ്ട്. മലബാർ സർവീസസ് അപ്പാർട്ട്മെന്റ് LLP എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചായിരുന്നു ആശയുടെ തട്ടിപ്പുകളെന്ന് പരാതിക്കാർ പറയുന്നു. 11 മാസത്തെ കരാറിലായിരുന്നു പണയം. 8 ലക്ഷവും 10 ലക്ഷവുമെല്ലാം നഷ്ടമായ നിരവധി പേരുണ്ട്. തൃക്കാക്കര, കാക്കനാട്, ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനുകളിലും പരാതികളുണ്ട്. കാക്കനാട് ഗ്ലോബൽ വില്ലേജിലെ അപ്പാർട്ട്മെന്റ് കാണിച്ചായിരുന്നു തിരുവനന്തപുരം സ്വദേശിയുടെ പണം തട്ടിയത്. ഫ്ളാറ്റിന്റെ യഥാർത്ഥ ഉടമകൾ അറിയാതെയാണ് തട്ടിപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളത്. ഒരേ അപ്പാർട്ട്മെന്റ് കാണിച്ച് ഒന്നിലധികം പേരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. കരാർ കാലാവധി കഴിയുമ്പോൾ പണയത്തുക തിരികെ കൃത്യമായി നൽകാറുമില്ല. മുഖ്യപ്രതി ആശയെ അറസ്റ്റ് ചെയ്യുന്നതോടെ മാത്രമേ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്നാൽ ആശ ഒളിവിൽ തുടരുകയാണ്. ജനം, കൊച്ചി. അമ്പലമുകളിലെ കൊച്ചിൻ റിഫൈനറിയിലെ തീപിടുത്തം സംബന്ധിച്ച് പ്രദേശവാസികളുമായി ഇന്ന് ചർച്ച നടത്തും. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷേധക്കാരും BPCL അധികൃതരുമായി ചർച്ച നടത്തുന്നത്. 45 കുടുംബങ്ങളെ പ്രദേശത്ത് നിന്ന് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് BPCL കൊച്ചിൻ റിഫൈനറിക്കകത്തെ ഹൈടെൻഷൻ ലൈനിൽ തീപിടുത്തമുണ്ടായത്. ഭൂമിക്കടിയിലുള്ള 200 മീറ്ററോളം കേബിൾ കത്തിനശിച്ചു. അപകടത്തിന് പിന്നാലെ പ്രദേശത്താകെ പുകയും ദുർഗന്ധവും ഉയർന്നു. പുക ശ്വസിച്ച പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സവും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായി. ഇവരെ പ്രദേശത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ BPCL തൊഴിലാളികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ റിഫൈനറിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. BPCL അധികൃതർ അപകട മുന്നറിയിപ്പ് നൽകിയില്ലെന്നും സുരക്ഷാ മുൻകരുതലുകളിൽ വീഴ്ച സംഭവിച്ചുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വണ്ടികളൊക്കെ തടഞ്ഞിരിക്കുകയാണല്ലോ പോലീസ്. ഇപ്പോൾ എന്തിനാ തടഞ്ഞേക്കണേ? അതിൽ കൂടെ പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണല്ലോ. അവിടെ ശ്വസിക്കാൻ പറ്റില്ല. അവിടെയുള്ള 42 വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർ ജീവിക്കണ്ടേ? അവരെന്ത് തെറ്റ് ചെയ്തു? അയ്യങ്കുഴി പ്രദേശം ബഫർ സോൺ നടപ്പിലാക്കണം. 500 മീറ്ററിനപ്പുറത്തേക്ക് ആൾക്കാർ താമസിക്കാൻ പറ്റില്ല. അവർ ഒഴിവാക്കി സ്ഥലം ഏറ്റെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്.
BPCL ഗേറ്റിന് മുന്നിലെ റോഡും പ്രതിഷേധക്കാർ ഉപരോധിച്ചു. പോഞ്ഞാശ്ശേരി ചിത്രപ്പുഴ റോഡിൽ പ്രതിഷേധത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ബെന്നി ബെഹ്നാൻ MP, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവർ നാട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ പ്രതിഷേധക്കാരും BPCL അധികൃതരുമായി ചർച്ച നടത്തും. ജനം, കൊച്ചി. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.